നമസ്തേ. സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. ജനപ്രിയമായി മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് മധ്യവർഗത്തിന് ഏറെ ആശ്വാസം പകരുന്ന ചരിത്ര പ്രഖ്യാപനം ഉൾപ്പെടെ നിരവധി പ്രത്യേകതകളാണ് ബജറ്റിലുള്ളത്. 1.25 മണിക്കൂർ നീണ്ടുനിന്ന ബജറ്റ് അവതരണം വികസിത ഭാരത കാഴ്ചപ്പാടിലൂന്നിയതും സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്നതുമായി. ആദായ നികുതിയിൽ ഐതിഹാസിക പ്രഖ്യാപനമുണ്ടായി. 12 ലക്ഷം രൂപ വരെ നികുതിയില്ല. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതാണ് ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കാർഷിക മേഖല മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ ഇടം പിടിച്ച ബജറ്റ് സമൂഹത്തിലെ എല്ലാവരെയും പ്രതിനിധീകരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാം എന്നാണ് വിലയിരുത്തൽ. ചരിത്രം എഴുതുകയാണ് അങ്ങനെ വികസിത ഭാരതത്തിലേക്ക്. ഈ സ്പെഷ്യൽ ഡിബേറ്റിൽ അതിഥികളായി എത്തുന്നത് BJP പ്രതിനിധി അഡ്വക്കേറ്റ് SS ജയസൂര്യൻ, CMP നേതാവ് CP ജോൺ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബി, സാമ്പത്തിക വിദഗ്ധരായ ഡോക്ടർ മേരി ജോർജ്, ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, ഡോക്ടർ രാജേഷ് SP എന്നിവരാണ്. ആദ്യം ഈ സ്പെഷ്യൽ ഡിബേറ്റ് പോകുന്നത് സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജിലേക്കാണ്. ഡോക്ടർ മേരി ജോർജ്, ചർച്ചയിലേക്ക് സ്വാഗതം. ഈ ബജറ്റ് ജനങ്ങളുടെ പോക്കറ്റ് നിറയ്ക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. നേരത്തെ സാധാരണഗതിയിൽ ബജറ്റ് എന്ന് പറയുന്നത് ട്രഷറികൾ നിറയ്ക്കാനുള്ളതായിരുന്നു. പക്ഷേ ഇത്തവണ ജനങ്ങളുടെ പോക്കറ്റിലേക്ക് നേരിട്ട് പണമെത്തി അവരുടെ പോക്കറ്റ് നിറയ്ക്കുന്നതാണ് എന്ന് പറയുന്നു. സാധാരണക്കാർക്ക് ലക്ഷ്മി കടാക്ഷം ഉണ്ടായോ? അതുപോലെ എന്തെല്ലാമാണ് ഈ ബജറ്റിൽ വിഭാവനം ചെയ്യുന്നത്? വികസിത ഇന്ത്യയിലേക്കുള്ള, വികസിത ഭാരതത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണോ ഈ ബജറ്റ്? യഥാർത്ഥത്തിൽ ഈ ബജറ്റിൽ ആമുഖമായി പ്രധാനമന്ത്രിയോ ധനമന്ത്രിയോ പറഞ്ഞതുപോലുള്ള വികസിത ഭാരതത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സാധിക്കുന്നില്ല. അത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രസ്സിംഗ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, അതായത് വില കയറ്റം, മൂന്നാമത് അസമത്വ വർധന. ഈ 3 പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള മാർഗങ്ങൾ വളരെ കുറവാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള തൊഴിലില്ലായ്മയും അതോടൊപ്പം അസമത്വവും കുറയ്ക്കുവാനുള്ള ഏറ്റവും നല്ല ഒരു മരുന്നാണ് തൊഴിലുറപ്പ് പദ്ധതി. എത്ര രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് മാറ്റിവെച്ചിരിക്കുന്നത്? അതായത് 86,000 കോടി. 2025-26 ബജറ്റിൽ 86,000 കോടി, 2024-25 ബജറ്റിൽ 86,000 കോടി, 2023-24 ബജറ്റിലും അതുപോലെ 86,000 കോടിയായിരുന്നു. 2023-24 ബജറ്റിൽ വക കൊള്ളിച്ച 86,000 കോടി പോരാഞ്ഞ് 1,05,000 crore ചെലവഴിക്കേണ്ടി വന്നു. പിന്നെ കഴിഞ്ഞ വർഷം, അതായത് 24-25 നമുക്കറിയാം ജൂലൈയിലാണ് ബജറ്റ്, ആദ്യം ഇൻ്റേറിയം ബജറ്റായിരുന്നു, പിന്നെ ജൂലൈയിലാണ് ബജറ്റ് വന്നത്. ജൂലൈയിൽ വന്ന ബജറ്റ് ഇതാ ഇപ്പോൾ ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും അടുത്ത ബജറ്റിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് അന്നത്തെ 86,000 കോടി ഒരു പക്ഷേ പോരായികയില്ലെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 86,000 കോടി ഇന്നത്തെ അടിയന്തര സാഹചര്യം, തൊഴിലില്ലായ്മ, ഇൻഫ്ലേഷൻ, ഇതിന് രണ്ടിനും പരിഹാരം കാണാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമായിരുന്നു തൊഴിലുറപ്പ്, അതായത് അസമത്വ വർധന, അതും കുറയ്ക്കാനുള്ള മാർഗമായിരുന്നു ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് 86,000 കോടിയുടെ സ്ഥാനത്ത് അതിൻ്റെ ഇരട്ടി നൽകിയിരുന്നെങ്കിൽ നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം ഒറ്റ ഉത്തരത്തിൽ തന്നെ ഞാൻ പറയുകയാണ്. അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തന്നെ ഈ ബജറ്റിൻ്റെ രൂപം നമുക്ക് വളരെ കൃത്യമാകുന്നു. അതത്ര സുന്ദരമായ രൂപമല്ല, അല്പം വികൃതമായ രൂപമാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ബജറ്റ് പ്രതീക്ഷിക്കുന്ന നമ്മുടെ GDP എത്രയാണ്? പ്രതീക്ഷിക്കുന്ന GDP 3,56,97,923 കോടിയാണ്. എന്ന് വെച്ചാൽ $3.5 ട്രില്യൺ GDP ആണ് നമ്മൾ ഈ വർഷം പ്രതീക്ഷിക്കുന്നത്.
ഈ GDP എന്ന് പറയുന്ന 10.1% വർധനവാണ് കഴിഞ്ഞ വർഷം റീ അലോക്കേഷൻ GDPയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. അങ്ങനെ ഇത്രയും GDP വക കൊള്ളിക്കുന്ന ഒരു ബജറ്റ്, അല്ല പ്രതീക്ഷിക്കുന്ന ഒരു ബജറ്റ്, അതിൻ്റെ ബജറ്റ് സൈസ് എത്രയാണ്? അതായത് ടോട്ടൽ ചെലവ്, മൊത്തം ചെലവ് എത്രയാണ്? 50 കോടി 50,60,345 കോടി, അതായത് 50 ലക്ഷം കോടിയിലധികമാണ് ബജറ്റിലെ സൈസ്. ബജറ്റിൻ്റെ സൈസ് അതായത് അതിൻ്റെ പൂർണ്ണ ചെലവ്, അതുപോലെ പൂർണ്ണ വരുമാനവും ചെലവും ഒരുപോലെ ആയിരിക്കും ബജറ്റിൻ്റെ സൈസിൽ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ 50,65,345 കോടി ചെലവുള്ള അല്ലെങ്കിൽ സൈസുള്ള ഒരു ബജറ്റ്. ആ ബജറ്റിൽ നിന്ന് എത്ര ചെലവ് മാറ്റി വെച്ചിരിക്കുന്നു ആരോഗ്യ മേഖലയ്ക്കെന്ന് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ അത് പോട്ടെ, ആരോഗ്യമേഖല പോകട്ടെ, നമുക്ക് നോക്കാവുന്നത്, അതിനേക്കാൾ ഉപരി നോക്കാവുന്നത് ഒന്നാമത്തെ ഗ്രോത്ത് എൻജിൻ എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത് കാർഷിക മേഖലയാണ്. അതായത് ഇക്കണോമിക് സർവേ റിപ്പോർട്ടിലും പറയുന്നുണ്ട് 48.8% പേർക്ക് തൊഴിൽ നൽകുന്നു എന്ന് വെച്ചാൽ ഇന്ത്യയിലെ തൊഴിലിൻ്റെ പകുതിയും ഇപ്പോഴും നൽകുന്നത് കാർഷിക മേഖലയാണ്. അങ്ങനെയുള്ള ആ മേഖല, അത് മാത്രവുമല്ല 145-146 കോടിയോളം വരുന്ന ഒന്നാമത്തെ ജനസംഖ്യയായ ഇന്ത്യയെ തീറ്റിപ്പോറ്റലും കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള വരുമാനവും, കാർഷിക വരുമാനവും, പിന്നെ ധാന്യങ്ങളും അതുപോലെ ഇതര വസ്തുക്കളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യയെ സമ്പന്നമാക്കുന്ന കാർഷിക മേഖല, ഇപ്പോൾ വന്യമൃഗ സംഘർഷമൊക്കെ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അങ്ങനെയുള്ള കാർഷിക മേഖലയ്ക്ക് എത്രയാണ് മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. 1,71,437 കോടിയാണ്. അതായത് അത് ഈ ബജറ്റിൻ്റെ, അതായത് നമ്മുടെ എക്സ്പെക്റ്റഡ് GDPയുടെ 0.48% മാത്രം. നമ്മൾ പ്രതീക്ഷിക്കുന്ന GDPയുടെ 0.48% മാത്രമാണ്. എത്ര ശോചനീയമാണ്! ഇങ്ങനെ ഇത്രയും വലിയ 145 കോടിയെ തീറ്റിപ്പോറ്റേണ്ട രാജ്യത്ത്, 48-50% പേർക്ക് തൊഴിൽ നൽകുന്ന രാജ്യത്ത് കാർഷിക മേഖലയ്ക്ക് GDPയുടെ 0.48% എന്ന് പറഞ്ഞു. ഇനി അതുപോലെയാണ് ഹെൽത്തിലേക്കോ എഡ്യൂക്കേഷനിലേക്കോ പോയാൽ അടുത്ത റൗണ്ടിൽ ഞാൻ അതേപ്പറ്റി പറയേണ്ടി വരികയാണെങ്കിൽ പറഞ്ഞോളാം. ടീച്ചർ പ്രാഥമികമായി പറയുന്നത് ഇത്തരത്തിൽ വികസിത ഭാരതത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പിന് ഈ ബജറ്റ് പര്യാപ്തമാകുന്നില്ല എന്നതാണ്. സാമ്പത്തിക വിദഗ്ധൻ ആയ ഡോക്ടർ രാജേഷ് SP-യിലേക്ക് പോവുകയാണ്. ഡോക്ടർ രാജേഷ്, നോക്കൂ, ഈ മധ്യവർഗത്തെയും കാർഷിക മേഖലയെയും കർഷകരെയും അതുപോലെ യുവാക്കളെയും സ്ത്രീകളെയും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് അവർക്ക് വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബജറ്റ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ടീച്ചർ ചില കാര്യങ്ങളിൽ എതിർപ്പ് പറയുകയാണ്. വികസിത ഭാരതത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പിന് ഈ ബജറ്റ് പര്യാപ്തമല്ല എന്നാണ്. മധ്യവർഗത്തിന് പണം ഉണ്ടായാൽ, അവരുടെ പോക്കറ്റ് നിറഞ്ഞാൽ ഈ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഉണർവേകും എന്ന തത്വം അത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സംസാരിച്ചത്. എങ്ങനെയാണ് ബജറ്റിനെ ആകെ നമുക്കൊന്ന് വിലയിരുത്തുക? ഇതിൽ ബഡ്ജറ്റിലൊരു സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് കൊടുക്കാനുള്ളത്. ഏറ്റവും നല്ല ബഡ്ജറ്റാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ചില കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ടാക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിനൊരു കൃത്യമായൊരു ലോജിക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മിഡിൽ എന്ന് പറയുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നത് ഏകദേശം 24 ലക്ഷം രൂപയൊക്കെ വാർഷിക വരുമാനമുള്ളവരെയൊക്കെ നമുക്ക് ഏകദേശം ആ കാറ്റഗറിയിൽ പെടുത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇൻഫ്ലേഷൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇൻഫ്ലേഷൻ ഷൂട്ട് ചെയ്ത് ഇപ്പോൾ സ്റ്റെബിലൈസ് ചെയ്തു. കാരണം നമുക്ക് സപ്ലൈ സൈഡിലുള്ള കൺസ്ട്രെയിൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റിയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രൈസ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഈ എസെൻഷ്യൽ അതിന് അനുസൃതമായിട്ടുള്ള വേജസിലുള്ള ഗ്രോത്ത് നമുക്ക് ഉണ്ടായിട്ടില്ല, പല കാരണങ്ങളെ കൊണ്ട്. അപ്പോൾ വേജസിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തിട്ടുള്ള ഒരു റിട്ടേൺ നമ്മുടെ ആളുകൾക്ക് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ടാക്സേഷനായിട്ട് വലിയൊരു എമൗണ്ട് പോയിക്കൊണ്ടിരുന്നിരുന്നു. അപ്പോൾ അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ അവർ ഈ 12 ലക്ഷം രൂപയുടെ ഇത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാനത് വ്യക്തമാക്കുന്നത്. അതായത് 87 റിബേറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. പഴയ സിസ്റ്റത്തിൽ നമുക്ക് 2 രീതിയിലാണ് റിബേറ്റ് ഉണ്ടായിരുന്നത്. പുതിയ സ്ലാബ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിച്ചെങ്കിൽ 25,000 അല്ലെങ്കിൽ 12,500 ആണ്. അപ്പം 25,000 നിന്നും ഓൾമോസ്റ്റ് 60,000 റുപ്പീസിലേക്ക് ഇത് വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 ഉണ്ട്. പിന്നെ NPS ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഗ്രോസ്ന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടുകളിലേക്ക് വന്നാൽ മതി. അപ്പോൾ നല്ലൊരു സേവിങ് ആ രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 24 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആൾക്ക് വരെ 1,10,000 രൂപയോളം സേവിങ്സ് ആയിട്ട് വരുന്നുണ്ട്. 2014 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാനത് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. 2014 ഫസ്റ്റ് റീഫോമാണ് അത്. അതിനെ കമ്പയർ ചെയ്യുമ്പോഴും നമ്മൾക്ക് നല്ലൊരു സേവിങ്സ് ഈ പുതിയ ടാക്സ് സിസ്റ്റം പ്രകാരം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡിഫറൻസ് പട്ടികയായിട്ട് തന്നെ തിരിച്ചിട്ട് വാർത്താ സമ്മേളനത്തിൽ നമ്മളെ ധനകാര്യമന്ത്രി ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻജി അവരുടെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഡിസ്പോസിബിൾ ഇൻകത്തിൻ്റെ ഒരു വർധനവ് ആവശ്യമാണ്. കാരണം നമ്മുടെ മാർക്കറ്റിലേക്ക് ഈ പണമൊക്കെ ചെല്ലുന്നുള്ളത് ഉറപ്പാണ്. കുറച്ച് സേവിങ്സ് ആയി പോകും, നമ്മളെ സേവിങ്സ് നിരക്ക് കുറയുന്നു എന്നുള്ള ഒരു വാദമുണ്ട്. അപ്പോൾ അതിനും ഒരു പരിഹാരം വന്നു. അതോടൊപ്പം തന്നെ വിപണിയിലേക്ക് പണം ചെലവഴിക്കപ്പെടും എന്നുള്ളതും വിപണിയിൽ ഡിമാൻഡ് വരികയും, അങ്ങനെ ഡിമാൻഡ് വരുമ്പോൾ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂടുതൽ, ഗവൺമെൻറ്റിന് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നല്ല തോതിൽ വരികയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ്. പിന്നെ നമുക്ക് രണ്ടാമത് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രോത്തിനെ നമ്മൾ നോക്കുമ്പോൾ അത്ര കുറവായിട്ട് നമ്മൾ കാണാൻ പാടില്ല. കാരണം ഗവൺമെൻറ് വളരെ കൺസർവേറ്റീവായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഈ കടം വാങ്ങി കൂട്ടുന്ന സ്ഥിതിയിലേക്കൊന്നും അല്ല പോയത്. ഇപ്പോൾ 4.4ലേക്ക് ഡിഫസിറ്റിനെ കൊണ്ടുവരാണ്. 14 സം ഫിഗറാണ്, ഞാൻ ആ കൃത്യം ഫിഗർ എനിക്ക് ഓർമ്മ വരുന്നില്ല, 14 സംതിങ് ഫിഗറാണ്. അതിൽ നിന്ന് 11 പോയിന്റ് സംതിങ്ങിലേക്കാണ് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഡെഫിസിറ്റ് കുറച്ച് വളരെ കരുതലോടുകൂടി നല്ല ഒരു സാമ്പത്തിക മാനേജ്മെന്റ് സിസ്റ്റമാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ. ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിന്റെ പിന്നിൽ നിൽക്കുന്നവരും മിക്കവാറും ധനവകുപ്പിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ശരിക്കും ചാർട്ടേഡ് അക്കൗണ്ടൻസോ അല്ലെങ്കിൽ ധനശാസ്ത്രം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ്. നമ്മൾ ഓരോ പീരീഡ് ഓഫ് ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് ഇവിടെ വരുന്നത്. പിന്നെ കാർഷിക മേഖലയിൽ കൊടുത്ത തുകയൊക്കെ പര്യാപ്തമാണോ എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും അധികം ഗ്രോത്ത് കാണിക്കുന്ന ഒരു സെക്ടറാണ്. തൊഴിൽ സംരംഭങ്ങൾക്ക് കൂടുതൽ ആവശ്യമുള്ളതാണ്, അതൊക്കെ ശരിയാണ്, അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ, അതായത് അത് കിസാൻ കാർഡിലൂടെ നമ്മൾ അതിൻ്റെ ഒരു വർധനവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് കാർഷിക മേഖലയ്ക്ക് നല്ല ഗുണമാണ്. അതേപോലെ തന്നെ 5 ലക്ഷം അതിന്റെ കിസാൻ ക്രെഡിറ്റ് വായ്പാ പരിധി 5 ലക്ഷമാക്കി ഉയർത്തിയിരിക്കുകയാണല്ലോ. അതിന്റെ ഒരു സ്വാഭാവികമായ ഒരു ഗുണം കാർഷിക മേഖലയ്ക്ക് കിട്ടാതെ പോകില്ലല്ലോ. കിട്ടും 3 ലാഖിൽ നിന്ന് 5 ലാഖിലേക്ക് മാറ്റി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. കർഷകരെ അങ്ങനെ ഇതാക്കിയിട്ടില്ല. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിപണി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാർഷിക പോളിസി തന്നെ കൊണ്ടുവന്നത്. അതിന് എന്തെല്ലാം രീതിയിലാണ് നമ്മൾ എതിർത്തത്. ഓപ്പൺ മാർക്കറ്റിൽ അവർക്ക് വില കിട്ടുന്ന രീതിയിലും കർഷകന് മണ്ടികൾ സെലക്ട് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും ഇത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പഴയ അതിൻ്റെ ചർച്ചയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ തക്കാളി കൃഷിയുടെ കഥകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. തക്കാളി കൃഷിയിൽ കർഷകരാണ് കമ്പനികളെ വഞ്ചിച്ചത്. കോൺട്രാക്ട് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നൂതനമായ ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കാർഷിക രീതി, പക്ഷെ എനിക്ക് വേറെ ഒരു കാര്യമുണ്ട്. ഈ കാർഷിക നികുതി ഇപ്പോൾ നമ്മൾ നിൽ നികുതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വരുത്തണമെന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം ചെറിയ കർഷകരെ അല്ല ഞാൻ പറയുന്നത്, വൻകിട കർഷകർ ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലൊക്കെ ഉള്ള വൻകിട കർഷകർ ക്രോർസിന്റെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അവരെ ചെറിയ തോതിൽ ടാക്സ് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ വരുമാനം കണ്ടെത്തണമല്ലോ. ഗവൺമെന്റിന് ഒരു പ്രൂണിന്. അത് മാത്രമല്ല, ലോകത്തെ സമ്പദ് വ്യവസ്ഥ നമ്മൾ നോക്കുക, ജർമ്മനി 1% താഴെ, US 2.25 ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് കിടപിടിക്കുന്നതിന് അതിനും മുകളിലായുള്ള ഒരു ഗ്രോത്താണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളൊന്നും കുറച്ച് കാണരുത്. കാരണം നമ്മൾ കണ്ണുണ്ടാകുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പ്രകാരം നമ്മുടെ എക്കണോമിയിൽ അങ്ങനെ വലിയൊരു ഡീപ്പായിട്ടുള്ള ഒരു റിസഷനിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ പ്രൈവറ്റ് കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയെ പറ്റിയിട്ട് എക്കണോമിക് സർവേയിലുണ്ട്. ഞാൻ എല്ലാ
കാര്യങ്ങൾ അതിൽ നോട്ട് ചെയ്തെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിൽ നല്ല രീതിയിലുള്ള വർധനവുണ്ട്. ടാറ്റ ഒക്കെ പറയുന്നു ഞങ്ങൾ കൂടുതൽ ഡൈവേഴ്സിഫൈ എന്ന് പറയുന്നു, മാനുഫാക്ചറിങ് ഹബ്ബ് ഇവിടെ കൊണ്ടുവരുന്നു. പല സിറ്റുവേഷനെ കൊണ്ടാണ് നമ്മളിത് വന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ വളർച്ച, പിന്നെ നമ്മൾക്ക് ഈ തൊഴിൽ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റിന് മാത്രം തൊഴിൽ കൊടുക്കാനൊന്നും കഴിയില്ല. ഗവൺമെന്റിന് തന്നെ തൊഴിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലെ കൃത്യമായ തൊഴിൽ ചെയ്ത് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്ന ആ ഒരു തോതിൽ. പക്ഷെ എസെൻഷ്യൽ സർവീസസിലൊക്കെ അത് വേണം. പക്ഷെ അതിനാണ് ഇവിടെ സ്റ്റാർട്ടപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ആരും നോക്കിയിട്ടില്ല. രണ്ട് രീതിയിലാണ് ഈ സ്റ്റാർട്ടപ്പുകൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഫണ്ട് ഓൺ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവന്നത് 10,000 crore ഗവൺമെന്റ് വെച്ചിരിക്കുന്നത്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ്, നേരിട്ട് കൊടുക്കാതെ. ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, ഏഞ്ചൽ ഫണ്ട്, ഇങ്ങനെയുള്ള ഫണ്ടുകളിലൂടെ വരുന്നു. അതിന് പുറമെ സ്റ്റാർട്ടപ്പുകളുടെ കാര്യം ഡോക്ടർ രാജേഷ്, സ്റ്റാർട്ടപ്പുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 10 കോടി വായ്പ എന്നുള്ളത് 20 കോടി വരെയായി ഉയർത്തിയിരിക്കുകയാണ്. അതൊക്കെ തൊഴിൽ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. തീർച്ചയല്ലേ, ഞാൻ പറഞ്ഞുതരാം. ഇതിനെ ഞാൻ പറഞ്ഞുതരാം. അതായത് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഇപ്പൊ ലിസ്റ്റ് ചെയ്യുന്ന IPOകൾ നിങ്ങൾ പഠിച്ചു നോക്കുക. ചെറിയ ചെറിയ വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകൾ ന്യൂനതര ആശയങ്ങൾ വെച്ചുകൊണ്ടാണ് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത്. ഈ സംരംഭം തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോസെക്, എൻ്റെ കമ്പനിയാണ് ഇൻഫോസെക്സ്. അതായത് നമ്മുടെ ഈ സൈബർ തട്ടിപ്പുകളൊക്കെ കണ്ടെത്തുന്ന ഒരു കമ്പനി. അതിന് വൻ നിക്ഷേപമാണ് കിട്ടിയത്. വിജയ് കേഡിയ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം അതിൽ ഷെയർ ഹോൾഡറായി മാറിയിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു എനേബിളിംഗ് എൻവയറമെന്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സ്വയം തൊഴിൽ കണ്ടെത്തുക, ആ രീതിയിലുള്ള ഒരു ഗ്രോത്തിനെയാണ് ഗവൺമെന്റ് നോക്കുന്നത്. അല്ല എല്ലാവരെയും നമ്മൾ ഗവൺമെന്റ് ജോലി, എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല. അപ്പൊ നല്ല ഫിഗർ ഈ PF-ലേക്കൊക്കെ ചേരുന്നവരുടെ എണ്ണത്തിലൊക്കെ വലിയ വർധനമുണ്ട്. അതിലേക്കൊക്കെ വരാം. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യനിലേക്ക് കൂടി പോവുകയാണ്. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, ഇപ്പോൾ ഈ മധ്യവർഗക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ ഈ ആദായ നികുതിയിൽ വലിയ ഇളവൊക്കെ വന്നത്. 12 ലക്ഷം രൂപ വരെ ആദായ നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവിടെ 1.25 ലക്ഷം രൂപയുടെ ആ വരുമാന നഷ്ടം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. ഈ 1.25 ലക്ഷം കോടി രൂപ എന്നത് നമ്മുടെ മാർക്കറ്റിലേക്ക് തന്നെയല്ലേ തിരികെ എത്തുന്നത്? അത് ഗുണകരമാകില്ലേ യഥാർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം? അതെ, നമ്മുടെ ധനകാര്യമന്ത്രിയുടെ ഇതിലെ ലോജിക്ക്, അതല്ലെങ്കിൽ യുക്തി ഇതാണ്. വിപണിയിൽ ഈ സ്പെൻഡിങ്, അതായത് ആദായ നികുതി കുറച്ചത് മൂലം ഉണ്ടാകുന്ന ഡിസ്പോസിബിൾ ഇൻകം, മിഡിൽ ക്ലാസ്സിന് ഉണ്ടാകുന്ന ആ ഡിസ്പോസിബിൾ ഇൻകം അത് വിപണിയിലെത്തും എന്നുള്ള കണക്കുകൂട്ടലാണ്. അങ്ങനെ വിപണിയിലെത്തിക്കഴിഞ്ഞാൽ അത് വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കും. അതോടൊപ്പം തന്നെ GST വരുമാനം വർദ്ധിക്കും. അപ്പോൾ GST വരുമാനത്തിലൂടെ ആദായ നികുതിയിൽ ഉണ്ടായ ആ കുറവ് പരിഹരിക്കാം എന്നുള്ളതാണ് ശ്രീമതി സീതാരാമൻ്റെ ആ യുക്തി. പക്ഷേ ഞാൻ ചോദിക്കുകയാണ്, ഈ യുക്തിക്ക് പകരം അവർ ഒരുപക്ഷെ നമ്മുടെ കാർഷിക ഗ്രാമീണ മേഖലയിലെ ചോദനം വർദ്ധിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു പ്രയോഗിച്ചിരുന്നതെങ്കിൽ ഇതിൽ കൂടുതൽ നമ്മുടെ വിപണിയും എക്കോണമിയും ശക്തിപ്പെടുമായിരുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ 6000 രൂപ കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ ഓരോ വർഷവും കൊടുക്കുന്നത്, അത് ഒരു 7500 രൂപയായിട്ട് പോട്ടെ, 7000 വർദ്ധിപ്പിക്കുന്നു എന്നിരിക്കട്ടെ. അതല്ലെങ്കിൽ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കുറച്ചും കൂടെ പണം ഗ്രാമീണ മേഖലയിലേക്ക് ഒഴുക്കുന്നു എന്നിരിക്കട്ടെ. സ്വാഭാവികമായും അതോടൊപ്പം ഗ്രാമീണ പർച്ചേസിംഗ് പവർ, ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ ആ ചോദനം വർദ്ധിക്കും. അത് വ്യവസായങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും. കാരണം ഗ്രാമീണ ജനത ഭക്ഷ്യാവശ്യങ്ങൾക്ക് കഴിഞ്ഞ് ബാക്കിയുള്ളത് വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കാണ് ചിലവാക്കുന്നത്. അത് കാർഷിക മേഖലയിൽ ആവശ്യമായ ഉപകരണങ്ങളാകാം, വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാകാം. അവയൊക്കെ തന്നെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡാണ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു വളർച്ചയിലുണ്ടാകുന്ന ഈ ഒരു പരിമിതിയെ നമുക്ക് മറികടക്കാൻ കഴിഞ്ഞേക്കുമോ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ യുവാക്കളാണ്. ഏറ്റവും കൂടുതൽ
യുവാക്കളുള്ള ഡെമോഗ്രാഫിക് ഡിവിഡൻ്റുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ചൈനയ്ക്കൊക്കെ യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ വളർച്ച ഇനി കുറയാൻ പോവുകയാണ്. കാരണം വൃദ്ധജനങ്ങളുടെ പ്രപ്പോർഷൻ ജനസംഖ്യയിൽ കൂടുകയാണ്. ആ സമയത്താണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു സാഹചര്യം. അപ്പോൾ നമ്മുടെ വ്യാവസായിക മേഖലയ്ക്ക് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു തന്ത്രം ആണോ ശ്രീമതി സീതാരാമൻ മുന്നോട്ട് വെച്ചത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും SME സെക്ടറിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ SME സെക്ടറിനൊക്കെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ SME സെക്ടർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ വൻ വ്യവസായങ്ങൾക്ക് അനുബന്ധ ഘടകങ്ങൾ ആക്സിലറീസ് ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള ആൻസിലറി ഇൻഡസ്ട്രീസാണ്. അപ്പോൾ നമ്മുടെ വൻ വ്യവസായങ്ങൾ വൻതോതിൽ വ്യവസായ മുതൽ മുടക്കിനെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അതിന് ഉള്ള വൻതോതിൽ സബ്സിഡികൾ കൊടുക്കുന്ന അത്തരത്തിലുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ അത് സ്വാഭാവികമായും നമ്മുടെ SME സെക്ടറിനെ കൂടുതൽ സഹായിച്ചേനെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തന്ത്രമായിരുന്നു ഒരുപക്ഷേ ഈ മിഡിൽ ക്ലാസ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു തന്ത്രത്തേക്കാൾ നല്ലത് എന്നാണ് ആദ്യമേ തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ ഇവിടുത്തെ പരാതി ഇതാണ്. മിഡിൽ ക്ലാസ്സിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഒരു എക്കണോമിക്സ് ലോജിക്ക്, സാമ്പത്തിക ശാസ്ത്ര യുക്തിയേക്കാൾ അത് കൂടുതലായിട്ട് രാഷ്ട്രീയ താല്പര്യങ്ങളെ അല്ലേ തൃപ്തിപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ എക്സ്പോർട്ട് ഡിമാൻഡിനെ സംബന്ധിച്ച് നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. ട്രംപിൻ്റെ പോളിസികൾ അത് ഇപ്പോൾ 100% തീരുവ ഏർപ്പെടുത്തി കളയും എന്നൊക്കെയാണ് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലോക സാഹചര്യങ്ങളൊന്നും തന്നെ നമ്മുടെ എക്സ്പോർട്ട് ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ സഹായകമല്ല. നേരെ മറിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഭീമാകരമായ ഒരു വിപണിയാണ്. 145 കോടി ജനങ്ങൾ ഉൾക്കുന്ന ഒരു വിപണിയാണ്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ ചോദനശേഷി, ഡിസ്പോസിബിൾ ഇൻകം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന വളർച്ചാ സാധ്യത ഭയങ്കരമാണ്. ആ വളർച്ചാ സാധ്യതയെ പ്രയോജനപ്പെടുത്താവുന്ന ഏറ്റവും വലിയ ഘടകമാണ് നമ്മുടെ ചെറുപ്പക്കാർ. ഇപ്പോൾ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് AI മേഖലയിലൊക്കെ മുതൽ മുടക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, വികസിത രാജ്യങ്ങളുടെ എല്ലാം വികസനാനുഭവങ്ങൾ കാണിക്കുന്നത് കാർഷിക മേഖലയിലുള്ള ജനങ്ങൾ അവിടെ യന്ത്രവൽക്കരണത്തിലൂടെയും മറ്റും അവിടെയുള്ള കാർഷിക മേഖലയിൽ ഉൾപ്പെടുന്ന ജനങ്ങളുടെ എണ്ണം കുറച്ച് അവരെ വ്യാവസായിക മേഖലയിലേക്ക് മാറ്റിക്കൊണ്ടാണ് വികസനം സാധ്യമാക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? കൂടുതൽ ആൾക്കാർ കാർഷിക മേഖലയിലേക്ക് തിരിച്ചു വരുന്നു. അത് ഒട്ടും തന്നെ നല്ലൊരു പ്രവണതയല്ല. അതുകൊണ്ട് നമ്മുടെ ഈ വ്യാവസായിക മേഖലയ്ക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം നടത്താൻ പറ്റിയ ഒരു അവസരമായിരുന്നു അത് പൂർണ്ണമായും നമ്മുടെ ധനമന്ത്രി പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇനി CP ജോണിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ CP ജോൺ, അങ്ങ് എങ്ങനെയാണ് ഈ ബജറ്റിനെ കാണുന്നത്? മധ്യവർഗത്തിന് ബമ്പർ അടിച്ച രീതിയിൽ ആണ് ഈ ഒരു ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ആദായ നികുതിയിൽ വമ്പൻ ഇളവ്, 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല എന്നതാണ് ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നമ്മുടെ സമ്പദ് മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്തായിരിക്കും? നേരത്തെ എൻ്റെ സ്നേഹിതൻ പറഞ്ഞതുപോലെ, ജോസ് പറഞ്ഞതുപോലുള്ള കാര്യങ്ങളോട് ഞാൻ പൊതുവായിട്ട് യോജിക്കുകയാണ്. അപ്പം ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഈ മധ്യവർഗത്തിനടിച്ച ബമ്പർ എന്താണ് എന്നും കൂടെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണല്ലോ. ഇപ്പം കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രസംഗവും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഉദാഹരണത്തിന് ഈ വർഷം, നടപ്പ് വർഷം എന്താണ് നിയമം അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ നിബന്ധന എന്താണ്? 7 ലക്ഷം രൂപ വരെയുള്ളവർക്ക് യാതൊരു ടാക്സും ഇല്ല. അപ്പോൾ 7 മുതൽ 12 ലക്ഷം വരെയുള്ള ആ ഒരു മാത്രമാണ് പ്രയോജനം കിട്ടിയിട്ടുള്ളത്. ആളുകൾ ചിലരെ അറിയാത്തത് കൊണ്ടായിരിക്കാം പറയുന്നത് 12 ലക്ഷം വരെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പം തന്നെ 7 ലക്ഷം വരെ ഒന്നുമില്ല. അപ്പോൾ 7 മുതൽ 12 ലക്ഷം വരെയുള്ള ആ 5 ലക്ഷത്തിൻ്റെ ബ്രാക്കറ്റിൽ വരുന്ന ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമേ പ്രയോജനമുള്ളൂ. 1. 2,
ഈ 12 അതിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 3,00,000 75,000 കൂടെ കഴിഞ്ഞൊരു 13.5 ലക്ഷം നമുക്കുണ്ട് എന്നിരിക്കട്ടെ. അവർക്ക് വല്ല ആനുകൂല്യമുണ്ടോ? ഈ 12 ലക്ഷക്കാരനും 13 ലക്ഷക്കാരനൊന്നും വലിയ വ്യത്യാസം ഉള്ളവരല്ല. അബദ്ധവശാൽ ഒരാളുടെ ശമ്പളം 13 ലക്ഷം അല്ലെങ്കിൽ 13.25 ലക്ഷമാണ് എങ്കിൽ അവിടെയാണ് ചെറിയൊരു കൺഫ്യൂഷൻ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ 4 ലക്ഷം വരെ നില്ല് എന്നാണ്, അല്ലെങ്കിൽ ടാക്സ് ഇല്ല എന്നാണ് കരുതിയതെങ്കിൽ തെറ്റ്. അങ്ങനെ 12 ലക്ഷത്തിൻ്റെ പിടി വിടുന്നതോടുകൂടി നിങ്ങൾ ആദ്യം മുതൽ തുടങ്ങണം. അവിടെ പിന്നെ നിങ്ങൾ 4 ലക്ഷം മുതലാണ് തുടങ്ങുന്നത്. ആ 4 ലക്ഷം മുതൽ, ഏത് 12 കഴിഞ്ഞിട്ടുള്ള 4 ലക്ഷം അല്ല, ആദ്യത്തെ 4 ലക്ഷം മുതൽ നിങ്ങൾക്ക് ടാക്സ് വരികയാണ്. ആ ടാക്സ് ആദ്യത്തെ സ്ലാബിൽ 5% വരുന്നു. പിന്നീട് അത് 10% ആവുന്നു. 8 മുതൽ 12 ലക്ഷം വരുമ്പോൾ 10% വരുന്നു. അപ്പോൾ ആ 12% നിങ്ങൾക്ക് 13 ലക്ഷം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 8 മുതൽ 12 വരെയുള്ള ലക്ഷത്തിന് 10% ടാക്സ് ഉണ്ട്. അപ്പം അത് മുൻപ് ഉണ്ട് എന്ന് പറയാമെങ്കിലും ഇന്നത്തെ ഹൈപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നുകയാണ് ഈ 12 ലക്ഷം വരെയുള്ളവർക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ 7 ലക്ഷം വരെ രൂപയുള്ളവർക്ക് 7 ലക്ഷം വരെയുള്ളവർക്ക് പണ്ടും ഉണ്ടായിരുന്നില്ല. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഈ അധ്യായം അല്ലെങ്കിൽ ഈ ഖണ്ഡിക അവർ തുടങ്ങിയത് ഇങ്ങനെയാണ്. 156ാമത്തെ ഖണ്ഡിക, ഡെമോഗ്രഫി ആൻഡ് ഡിമാൻഡ് ആർ ദ കീ സപ്പോർട്ട് പില്ലേഴ്സ് ഇൻ അവർ ജേർണി ടുവേർഡ്സ് വികസിത് ഭാരത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡെമോഗ്രഫിയോട് നിൽക്കട്ടെ, ഡിമാൻഡാണ് പ്രധാനമായിട്ടുള്ളത്. നേരത്തെ ജോസ് പറഞ്ഞല്ലോ. അപ്പം ഡിമാൻഡിനെ ഡ്രൈവ് ചെയ്യാനാണ് ഈ 7 ലക്ഷം മുതൽ 12 ലക്ഷം വരെ, ഞാൻ ആവർത്തിക്കുകയാണത്, 12 ലക്ഷം വരെ അല്ല, ആ വരുന്ന ഒരു ചെറിയ വിൻഡോ അല്ലെങ്കിൽ ചെറിയ ഒരു വിഭാഗത്തിൻ്റെ അധിക വരുമാനം കൊണ്ട്, എത്ര അധിക വരുമാനം? 60,000 രൂപ. ഈ 60,000 രൂപയുടെ അധിക വരുമാനം കൊണ്ട് ഇന്ത്യയിൽ ഡിമാൻഡ് വർദ്ധിക്കും എന്ന് പറയുന്നതിനോട് ഞാൻ വിനീതമായി വിയോജിക്കുകയാണ്. നമ്പർ 2, നേരത്തെ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല, ഇതിന് പകരം ഇതിൻ്റെ നഷ്ടം എത്രയാണ്? 1 ലക്ഷം കോടി രൂപയാണ്. അത് അവസാനത്തെ ഖണ്ഡികയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് പ്രപ്പോസൽ റവന്യൂ അബൌട്ട് 1 lakh crore in direct taxes and 2,600 crore in indirect taxes will be foregone. അപ്പോൾ 1,02,000 കോടി രൂപ, 1,02,600 കോടി രൂപ വിടുകയാണ്. അതിൽ 1 ലക്ഷം കോടി എടുത്താൽ മതി. ഈ 1 ലക്ഷം കോടി കൂടി നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് വിട്ടിരുന്നെങ്കിലോ? ഇപ്പം 86,000 കോടിയാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ തവണ 86,000, അതിന് മുമ്പത്തെ തവണ 86,000, അതിന് മുമ്പത്തെ തവണ 89,000 ചെലവഴിച്ചിരുന്നു. കാരണം നമ്മുടെ കോവിഡ് കാലത്ത് നമ്മുടെ രാജ്യത്തെ പിടിച്ചു നിർത്തിയത് വാസ്തവത്തിൽ ഈ കോവിഡ് വന്ന ആൾക്കാർ മരിച്ചു. പക്ഷേ ആളുകൾക്ക് എന്തെങ്കിലും ആശ്വാസം ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കാൻ കഴിഞ്ഞത് തൊഴിലുറപ്പ് പദ്ധതി ഉള്ളത് കൊണ്ടാണ്. എന്തെല്ലാം വിയോജിപ്പ് BJPക്ക് കോൺഗ്രസിനോട് ഉണ്ടെങ്കിലും അവരത് കേടുവരുത്താതെ നിർത്തി. പക്ഷേ അതിനെയാണ് മുന്നോട്ട് നയിച്ചിരുന്നതെങ്കിലോ 1.5 ലക്ഷം കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ പണം മുഴുവൻ ഇൻഡസ്ട്രിയിലേക്ക് പോകുമായിരുന്നു. ഇന്നത്തെ കർഷകൻ എന്ന് പറഞ്ഞ, പണ്ട് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ളത് കേട്ടിട്ടുണ്ട്. അന്നത്തെ കർഷകനെ കുറിച്ച് അതായത് അന്നത്തെ കർഷകർക്ക് പഴയ പോലെയല്ല, അവർക്ക് കുട, ചെരുപ്പ് തുടങ്ങിയ സാധനങ്ങൾ കൂടി വേണമെന്ന്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ കർഷകർക്ക് ഒരു 2 ജോഡി അല്ലെങ്കിൽ 1 ജോഡി തുണിയാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ചെരുപ്പില്ലായിരുന്നു, കുടയില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ കർഷകരതല്ല. ഇന്ന് കർഷകരുടെ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ മധ്യവർഗത്തെക്കാളും എത്രയോ വലിയ കൺസ്യൂമേഴ്സാണ്. അവർക്ക് 2 വീലറുകളുണ്ട്, അവർക്ക് TV ഉണ്ട്, അവർക്ക് ട്രാക്ടറുണ്ട്, ട്രാക്ടർ ഉള്ളവർക്ക് ട്രാക്ടറുണ്ട്, അല്ലാത്തവർക്ക് ചെറിയ ടില്ലറുകളുണ്ട് എന്ന് വേണ്ട വലിയ മാറ്റം കാർഷിക ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ കർഷക തൊഴിലാളികളായിട്ടുള്ള നമ്മുടെ തൊഴിലുറപ്പുകാർ, കർഷകരായിട്ടുള്ള ആളുകൾ, അവർക്കും എന്തെങ്കിലും ആനുകൂല്യം, എങ്ങനെ? അവരുടെ എടുത്തിട്ടുള്ള ലോൺ, അതാണല്ലോ ഏറ്റവും വലിയ കർഷകൻ്റെ പ്രശ്നം. ആ ലോൺ എഴുതി തള്ളണം എന്നുള്ളത് ഒരു വിഷയം. ഇനി എഴുതി തള്ളുന്നുള്ളത് ഞങ്ങളുടെ നയമല്ല എന്ന് BJP പറയുകയാണെങ്കിൽ ഒരു 2%, ഒരു 1 ടൈം സെറ്റിൽമെൻ്റ് എന്ന രീതിയിൽ കാർഷിക ഘടകങ്ങൾക്ക് ഒരു 1 ടൈം സെറ്റിൽമെൻറ്റ് കൊടുത്ത് 2-3% ഞങ്ങൾ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞാൽ ഈ 1.25 ലക്ഷം കോടി കൊണ്ട് അത് നടക്കുമായിരുന്നു. ശ്രീ CP ജോൺ, ഈ കിസാൻ ക്രെഡിറ്റ് വായ്പ പരിധി 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ടല്ലോ, അതൊന്നും കർഷകരെ ഒരു തരത്തിലും അവർക്ക് ഗുണകരമാകില്ല എന്നാണോ പറഞ്ഞു വരുന്നത്?
ഞാൻ പറഞ്ഞില്ല. അല്ല, അത്തരത്തിൽ അതിലേക്ക് ഞാൻ വരാം. അപ്പൊ നിർമ്മല സീതാരാമനെ നമ്മൾ 5-8 തവണയായിട്ട് വാച്ച് ചെയ്യാണല്ലോ. അവരെ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്, അവരെപ്പോഴും ക്രെഡിറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്രെഡിറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. MSMEയുടെ കാര്യം വരുമ്പോഴും അവർ പറയുന്നുണ്ട് ക്രെഡിറ്റ് വർദ്ധിപ്പിക്കുന്നു, അവർക്ക് പ്രത്യേകിച്ച് കാർഡ് കൊടുക്കുന്നു. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ, കോവിഡിൻ്റെ ആഘാതങ്ങൾ പൂർണ്ണമായും തീർന്നിട്ടില്ല. ഇപ്പം ഞങ്ങളൊക്കെ കോപ്പറേറ്റീവ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ ബാങ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിശബ്ദമായി ജപ്തി നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ വെറുതെ നമ്മളൊന്ന് എടുത്തു നോക്കിക്കോളൂ, ഇന്ത്യയിലോ കേരളത്തിലോ ജപ്തി നടപടികൾ ഓരോ വർഷത്തെയും ഒരു എണ്ണം എടുത്താൽ തന്നെ ജപ്തി നടപടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം ഒരുപാട് ചെറിയ ചെറിയ എൻ്റർപ്രൈസുകൾ തകർന്നു, ഒരുപാട് കർഷകർ ബുദ്ധിമുട്ടിലായി, കാർഷികവുമായി ബന്ധപ്പെട്ട ചെറുകിട കാര്യങ്ങൾ തകർന്നുപോയി. അപ്പം അവരുടെയൊക്കെ ലോൺ അടയ്ക്കലാണ് അവരുടെ മെയിൻ പ്രശ്നം. അപ്പോൾ ലോൺ കിട്ടാത്തതല്ല പ്രശ്നം, ലോൺ അടയ്ക്കാൻ പറ്റാത്തതാണ് പ്രശ്നം. അപ്പോൾ ലോൺ ഒരു വിധം കിട്ടുന്നുണ്ട്. ഇപ്പോൾ മുദ്രാ ലോൺ ഞാൻ സപ്പോർട്ട് ചെയ്യാണ്, BJP കൊണ്ടുവന്നതാണ് മുദ്രാ ലോൺ, ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ലോണിൻ്റെ അവൈലബിലിറ്റി അല്ല പ്രശ്നം, മറിച്ച് ലോണിൻ്റെ തിരിച്ചടവാണ്. ആ തിരിച്ചടവിൽ എഴുതിത്തള്ളൽ എന്ന് ഞങ്ങളുടെ നയമല്ലെങ്കിലും 2-3% കൊടുത്തിരുന്നെങ്കിൽ ഈ ഡിമാൻഡ് കൂടുമായിരുന്നു. ഞാൻ പറഞ്ഞത് ഡിമാൻഡ് വർദ്ധിപ്പിക്കുക എന്നത് ഇൻഡസ്ട്രിയുടെ ഒരു പ്രധാന പ്രശ്നമാണ്. കാരണം Q1, Q2, Q3 റിപ്പോർട്ടുകൾ വന്നപ്പോൾ ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു വലിയ സ്റ്റാഗ്നേഷൻ, ഒരു നിശ്ചലാവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ സ്ഥിരമായി നമ്മുടെ എക്കണോമിക് റീഡിങ്സിൽ നമ്മൾ കാണുന്നുണ്ട്, പത്രങ്ങളിൽ കാണുന്നുണ്ട്, മാസികകളിൽ കാണുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പം തന്നെ ഞാൻ ഒറ്റ തവണ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ന്യൂനതയായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ SC/ST വിഭാഗത്തോടുള്ള സമീപനം. ആകെ SC/ST വിഭാഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാമർശം തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ലോൺ കൂടുതൽ കൊടുക്കാം എന്നൊക്കെ ഉള്ളതാണ്. ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണർ ഞാൻ കൊടുക്കണ്ടെന്ന് പറയല്ല. പക്ഷേ മോഡി ഗവൺമെൻറ് വന്നപ്പോൾ പ്ലാൻ നിർത്തിവെച്ചു, പ്ലാനിങ് കമ്മീഷൻ പിരിച്ചുവിട്ടു. ഇപ്പോൾ 50.65 ലക്ഷം കോടിയുടെ ബജറ്റാണ് അടങ്കൽ. കഴിഞ്ഞ വർഷം 47.66 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3 ലക്ഷം കോടിയുടെ വർധനവുണ്ട്. അത് നമ്മുടെ ഇൻഫ്ലേഷനെ മറികടക്കുന്നതാണ്, കഷ്ടിച്ച് മറികടക്കുന്നതാണ്. വെൽ ആൻഡ് ഗുഡ്. ആ ഇൻഫ്ലേഷൻ മാറ്റി നിർത്തിയാൽ ഒരേ തുകയുള്ള ബജറ്റാണ്, അല്ലെങ്കിൽ ബജറ്റ് അടങ്കലാണ്, നല്ല കാര്യം. പക്ഷേ പണ്ടായിരുന്നുവെങ്കിൽ ഇതേ ബജറ്റ് അടങ്കൽ 50 ലക്ഷം വളർന്നിരിക്കുക, 50 ലക്ഷം കോടിയാണെങ്കിൽ അതിൽ 20 ലക്ഷം കോടിയും അത് പ്ലാനാകുമായിരുന്നു. ആ പ്ലാനിൻ്റെ 10% SC/ST വിഭാഗങ്ങൾക്ക് മിനിമം കിട്ടുമായിരുന്നു. അപ്പോൾ 2 ലക്ഷം കോടിയോളം രൂപ കിട്ടേണ്ട സ്ഥലത്ത് നമ്മുടെ ദുർബല ജനവിഭാഗങ്ങളായിട്ടുള്ള ആദിവാസികൾക്കും അതേപോലെ SC/STക്കും SCക്കും എന്ത് കിട്ടി? ഞാൻ 150 ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, അതായത് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. ഈ കീ ഫീച്ചേഴ്സിൽ 150 സ്കീമുകൾ നമ്മൾ വായിക്കുമ്പോൾ 37ാമത്തെ സ്കീമാണ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ വരുന്നത്. ഈ 150 എണ്ണം നമ്മൾ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് SC/ST എന്നുള്ള ആ പേരുള്ള ഒരു 10,000 കോടിയുടെ കാര്യം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് BJPയെ സപ്പോർട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായി കഴിഞ്ഞ 10-75 വർഷമായി നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന മാർജിനലൈസ് സെക്ഷൻസ് അവർക്കില്ല. പിന്നെ ചിലർ ചോദിക്കുന്നത് കേരളത്തിന് കിട്ടിയോ? കേരളത്തിനോട് പ്രത്യേക വിവേചനമൊന്നുമില്ല, കേരളത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, പേര് പറയണമെന്നും എനിക്കില്ല. പക്ഷെ എന്തിനാണ് ബീഹാർ എന്ന് ഇത്രയും തവണ പറഞ്ഞത്? താമരയുടെ വിത്തിന് ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് ഞാൻ പറയല്ല. താമര വിത്തായാലും എയർപോർട്ടായാലും അതേപോലെ തന്നെ IIT ആയാലും എന്തായാലും പാറ്റ്നയിലേക്കൊരു ഓട്ടമാണ്. എന്തിന് അവസാനം ബീഹാർ എന്ന് പറയാതെ ബുദ്ധൻ്റെ ജന്മസ്ഥലം അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് കേന്ദ്രങ്ങൾ, അതും ഗയയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ബീഹാറിനെ താലോലിച്ചത് അധികമായി പോയി എന്ന അഭിപ്രായമുണ്ട്. അതാണ് അങ്ങയുടെ രാഷ്ട്രീയ വിമർശനം. ഡോക്ടർ മേരി ജോർജിലേക്ക് കൂടി പോവുകയാണ് ഈ ഘട്ടത്തിൽ. ഡോക്ടർ മേരി ജോർജ്, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നു എന്നാണ് നിർമ്മല സീതാരാമൻ ഈ ബജറ്റ് അവതരണ വേളയിൽ പറഞ്ഞത്. ഒട്ടേറെ മേഖലകളിൽ വലിയ കൈത്താങ്ങ് കൊടുക്കുന്നുണ്ട്. കർഷകർക്ക് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതി
അത് വിപുലീകരിക്കുകയാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ പരിധി 5 ലക്ഷമാക്കി. അപ്പോൾ കൃത്യമായി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ചില ഇടപെടലുകളൊക്കെ വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഈ ബജറ്റിനെ ഞാൻ ഒരു കാരണവശാലും തള്ളി പറയുകയല്ല. ഇപ്പോൾ ശ്രീ പി ജോൺ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, തൊഴിലില്ലായ്മയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചെയ്യാമായിരുന്ന പല നടപടികളും വിട്ടുപോയി, അഥവാ കൊടുക്കേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ബജറ്റിൽ പറയുന്നതൊക്കെ തെറ്റായ കാര്യങ്ങളാണെന്നോ അല്ലെങ്കിൽ അത് പോരെന്നോ അല്ല. അപ്പോൾ അങ്ങനെ അതായത് ഗവൺമെൻറ് കൊടുത്ത മുൻഗണന, പലതിനും കൊടുത്ത മുൻഗണന പോരാതെ വന്നു എന്നാണ് പറയുന്നത്. ഒന്നാമത് കാർഷിക മേഖലയ്ക്ക് കൊടുത്തത്, അതുപോലെ തന്നെ MSME സെക്ടറിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതിന് വായ്പ എടുക്കാനുള്ള പരിധി വർദ്ധിപ്പിച്ചു, ഇരട്ടിയാക്കി. അതിന്റെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവർ 5 കോടിയിൽ നിന്ന് 10 കോടിയായി ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നോക്കിയിട്ട് അവിടെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവർ 5 കോടിയായിരുന്നു, ഇപ്പോൾ അത് 10 കോടിയായി ഉയർത്തിയിട്ടുണ്ട്. അതെ, അങ്ങനെയുള്ള വർധനവ് ഒട്ടുമിക്ക മേഖലകളിലും അങ്ങനെയുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഈ കൃഷിയുടെ ഉൽപാദനക്ഷമത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ ഭക്ഷ്യസുരക്ഷയിലേക്കും കാർഷിക വിപ്ലവത്തിലേക്കും ഒക്കെ പോയത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ ജലത്തിൻ്റെ ഉപയോഗം, ഹൈ യീൽഡിങ് വെറൈറ്റി സീഡ്സിൻ്റെ ഉപയോഗം, ഇതൊക്കെ വഴിയാണ്. അപ്പോൾ ഇവിടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് കൊടുത്തിരിക്കുന്ന ഊന്നൽ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് 1,67,887 കോടിയാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ ബജറ്റിൽ 1,71,299 കോടിയായിരുന്നു. അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് കഴിഞ്ഞ ബജറ്റിൽ കൊടുത്തതിനേക്കാൾ താഴ്ന്നു പോയി ഈ ബജറ്റിൽ കൊടുത്തത്. അതിനെ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ? അതായത് കൃഷിയാണ് ഒന്നാമത്തെ ഗ്രോത്ത് എൻജിൻ, രണ്ടാമത്തെ ഗ്രോത്ത് എൻജിൻ MSME സെക്ടറാണ് എന്ന് ഈ 2 സെക്ടറും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ 96% തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഈ 2 മേഖലയ്ക്കും കൊടുത്തിരിക്കുന്ന ഊന്നൽ വളരെ പ്രധാനമാണ്. രണ്ടും ഗ്രോത്ത് എൻജിൻസ് ആണ്. അപ്പോൾ ആ ഗ്രോത്ത് എൻജിനിൽ ഈ കൃഷിയെ പരിപോഷിപ്പിക്കുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെയൊക്കെ വില വളരെ വർദ്ധിച്ചു. പൊട്ടാഷൊന്നും കിട്ടാനേ ഇല്ലാത്ത അവസ്ഥയാണ്. പൊട്ടാഷ് നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ട വളമാണ്. അപ്പോൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് മാറ്റിവെച്ചിരിക്കുന്ന തുക കഴിഞ്ഞ ബജറ്റിൽ മാറ്റിവെച്ചിരുന്നതിനേക്കാളും, കഴിഞ്ഞ ബജറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ജൂലൈയിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അത് നമ്മളിപ്പോൾ ഈ ബജറ്റ് പ്രാബല്യത്തിൽ വരുമ്പോഴേക്കും ആ ബജറ്റ് കഴിയുന്നു. അപ്പോൾ ഒരു പൂർണ്ണ വർഷം ഇല്ലാതിരുന്നിട്ട് പോലും 1,71,299 കോടി മാറ്റിവെച്ചിടത്താണ് കാർഷിക മേഖലയ്ക്കായി 1,67,887 കോടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നത്. ഞാൻ ടീച്ചറിലേക്ക് എത്താം. മേരി ടീച്ചർ, ഞാൻ എത്താം. അസമിൽ യൂറിയ പ്ലാന്റ് നടപ്പാക്കും, അത്തരത്തിൽ അത് പ്ലാന്റ് കൊണ്ടുവരുമെന്നൊക്കെ ബജറ്റിൻ്റെ പ്രഖ്യാപനത്തിൽ വരുന്നുണ്ട്. സി പി ജോണിലേക്കൊന്ന് പോവുകയാണ്. സി പി ജോൺ, അങ്ങ് നേരത്തെ പോകണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒരിക്കൽ കൂടി അങ്ങയിലേക്ക് വരുന്നത്. താങ്കൾ ഈ ബാങ്ക് ജപ്തി ചെയ്യുന്ന കാര്യം, ഈ ജപ്തി നടപടികൾ അങ്ങേയറ്റം വലിയ രീതിയിലൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ കിട്ടാക്കടത്തിൻ്റെ അളവ് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഇന്നലെ എക്കണോമിക് സർവേ റിപ്പോർട്ടിലൊക്കെ വന്നത്. 2.8% ബാങ്കുകളിലെ കിട്ടാക്കടമൊക്കെ കുറയുകയാണ്. 11 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞൊരു നിരക്കിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മുടെ കടത്തിൻ്റെ കാര്യത്തിലായാലും അത് തിരിച്ചു പിടിക്കുന്ന കാര്യത്തിലായാലും നമ്മുടെ സമ്പദ് വ്യവസ്ഥ അതിശക്തമാണ് എന്നൊരു സൂചന തന്നെയല്ലേ ഇന്നലെ എക്കണോമിക് റിവ്യൂ റിപ്പോർട്ടിലൊക്കെ വന്നത്? ഞാൻ പറഞ്ഞതിനെ നിങ്ങളൊന്നും അടിവരയിടുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം
കിട്ടാക്കടം കുറയ്ക്കേണ്ടത് ബാങ്കുകളുടെ ഒരു ജീവൽ പ്രശ്നമാണ്. നമ്മളൊരു കടമെടുത്ത ആളുടെ ആംഗിളിൽ നോക്കുമ്പോൾ അവർ തിരിച്ചു പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമായിരുന്നു എന്ന് പറയാം. പക്ഷെ ബാങ്കുകളും ക്രൈസിസിലാവുമല്ലോ. വൻകിട ബാങ്കുകൾക്ക് കുറച്ചുകൂടെ ഒരു വിൻഡോ ഉണ്ട്. പക്ഷേ ഇന്ന് ചെറുകിട ബാങ്കുകളും സഹകരണ ബാങ്കുകളും ഒക്കെ തന്നെ, സൊസൈറ്റികൾ പോലും ഇന്ന് വലിയ ജപ്തി നടപടികളിലേക്ക് പോകാനുള്ള കാരണം, അങ്ങനെ പോയില്ലെങ്കിൽ അവരുടെ ബാലൻസ് ഷീറ്റാകെ കുഴപ്പത്തിലാവും. അപ്പോൾ ഇത്തരത്തിൽ നടപടികൾ എടുക്കുന്നതിന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുകയല്ല. ഗവൺമെൻറ്റിന്, സ്റ്റേറ്റിന് ഒരു റോളുണ്ട്. അതാണല്ലോ ചർച്ചാ വിഷയം. ബാങ്കായിട്ട് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. ബാങ്കിന് പൈസ പിടിക്കാതിരിക്കാൻ പറ്റില്ല. അവരുടെ നോൺ പെർഫോമിംഗ് അസറ്റുകൾ NPA അത് കുറയ്ക്കാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ അവർ തമ്മിലുള്ള കടമെടുത്തയാളും ബാങ്കും തമ്മിലുള്ള സമരത്തിൽ നമുക്ക് അവിടെ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് ചോദിച്ചാൽ കടമെടുത്ത ആളുടെ ഭാഗത്ത് നിൽക്കാൻ നമുക്ക് തോന്നും. പക്ഷേ ആ കടമെടുത്ത ആൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കിട്ടിയോ അല്ലെങ്കിൽ കൊടുക്കാമായിരുന്നല്ലോ, എഴുതി തള്ളണമെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള അവസരമാണിത്. കാരണം കോവിഡ് കഴിഞ്ഞ് ഇപ്പോഴും അതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല, ഇക്കോണമിയുടെ ക്ഷീണം മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള അവസരങ്ങൾ ഈ ബജറ്റ് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇപ്പോൾ ഹെൽത്തിൽ ചില നല്ല കാര്യം ചെയ്തു. ഞാനിപ്പോൾ എല്ലാം വിമർശിക്കുക എന്ന് വിചാരിക്കരുത്. 36 ഇനം മരുന്നുകൾക്ക് വില കുറഞ്ഞു. ക്യാൻസർ മരുന്നുകൾക്ക് നല്ല കാര്യമാണ്. ജില്ലാ ആശുപത്രികളിൽ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഡേ കെയർ സെൻ്ററുകൾ തുടങ്ങുന്നു. വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതും മറ്റ് രോഗികളിൽ നിന്നൊക്കെ അകന്നൊക്കെ ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്കിലും ഞാനതിനെ പൊതുവിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ സീറ്റിൻ്റെ എണ്ണം 130% കൂടി, ഇനിയും കൂട്ടുന്നതും നല്ല കാര്യം. ഇതൊന്നും ഞാൻ എതിർക്കുന്നതല്ല. പക്ഷേ ഈ നാട്ടിലെ ആളുകളുടെ അവസ്ഥ എന്താണ്, അവരുടെ രോഗാതുരത എന്താണ്, എന്തെല്ലാം പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നു, ഇതെല്ലാം ഈ ബജറ്റ് പ്രസംഗത്തിൽ പറയണമെന്നല്ല. ഇത്തരം കാര്യങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ളതുമായി തട്ടിച്ചു നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ബജറ്റ് പ്രസംഗത്തിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആളുകളുടെ ക്രയശേഷിയും അവരുടെ കഴിവും വർദ്ധിപ്പിക്കാൻ കിട്ടിയ ഒരു ചാൻസ് നമ്മുടെ നിർമ്മലാ സീതാരാമൻ ഉപയോഗിച്ചില്ല എന്ന വിമർശനം ഉന്നയിക്കാൻ ഞാനൊരു ചെറിയ സംശയം ചോദിക്കട്ടെ. നേരത്തെ ആദായ നികുതി ഇളവിന്റെ കാര്യം പറഞ്ഞല്ലോ. ഏതാണ്ട് ഒരു 1.25 ലക്ഷം കോടിയോളം രൂപ നമ്മുടെ മാർക്കറ്റിൽ എത്തുകയാണ്. ഇതൊക്കെ നമ്മുടെ മാർക്കറ്റ് ഇന്റർവെൻഷൻ വളരെ കൃത്യമായി ഈ വിപണി ഇടപെടലൊക്കെ സ്വാധീനിക്കപ്പെടുകയില്ലേ? ഈ പണം നമ്മുടെ വിപണിയിലേക്ക് എത്തുമ്പോൾ ആ സമ്പദ് വ്യവസ്ഥ ഉത്തേജിപ്പിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും 1 ലക്ഷം കോടി രൂപ 1.02 അല്ലെങ്കിൽ 1 ലക്ഷം എന്ന് വിചാരിക്കാം. 1 ലക്ഷം കോടി രൂപ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ഉത്തേജിക്കപ്പെടാൻ വേണ്ടിയാണല്ലോ ഈ എക്സസൈസ് ചെയ്തത്. പക്ഷേ ഒരു എക്സാമ്പിൾ പറയാം. ഇച്ചിരി ധനികരാണല്ലോ, ധനികരെന്ന് പറഞ്ഞാൽ ഇടത്തരക്കാരിൽ മികച്ചവരാണല്ലോ ഈ 12 ലക്ഷം കിട്ടുന്നവർ. ഒരു സാധാരണ ആർക്കും നമ്മുടെ നാട്ടിൽ 1 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം ഇല്ലല്ലോ. ആ വരുന്ന ആളുകൾ അവർ വിപണിയിൽ തന്നെ ഇടപെടും എന്നതിന് വലിയ ഉറപ്പൊന്നുമില്ല. ഉദാഹരണം, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ എടുത്ത് നോക്കാം. നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ എടുത്താൽ അവർ പെട്ടെന്നൊരു വിദേശയാത്ര ചെയ്യും. വിദേശയാത്ര ചെയ്താൽ വിപണിയിൽ ഇടപെടലല്ല. ഒരു വിദേശി ഇവിടെ വന്ന് 100 രൂപ ചിലവഴിക്കുന്നതും നമ്മൾ പുറത്ത് പോയി 100 രൂപ ചിലവഴിക്കുന്നതും തമ്മിൽ തട്ടിക്കഴിഞ്ഞു പോകും. അപ്പോൾ ഇവിടുത്തെ ഉന്നത അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആളുകൾ അവർ നേരെ വിപണിയിലേക്ക് ഓടുകയല്ല. നേരത്തെ ജോസ് കൂടെ പറഞ്ഞ് വളരെ കറക്റ്റാണ്. അതേസമയം കർഷകർക്കോ കർഷക തൊഴിലാളികൾക്കോ ആയിരുന്നു ഈ 1 ലക്ഷം കോടി രൂപ കൊടുത്തിരുന്നതെങ്കിൽ അവർ ഉടനെ വിപണിയിലേക്കെത്തും. അത് കീറിപ്പോയ സ്കൂൾ ബാഗ് വാങ്ങാനും, പൊട്ടിപ്പോയ ചെരുപ്പ് വാങ്ങാനും, കേടുവന്ന TV നന്നാക്കാനും, അല്ലെങ്കിൽ പുതിയത് വാങ്ങാനും, ഒരു സൈക്കിൾ വാങ്ങാനും, മോട്ടോർ സൈക്കിൾ വാങ്ങാനും ആയിട്ട് അവരായിരുന്നു കൂടുതൽ വിപണിയിലേക്ക് എത്തുമായിരുന്നത്. അതാണ് എൻ്റെ പോയിന്റ്. യെസ്, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ രാജേഷ് കുമാറിലേക്കാണ് ഇനി. ഡോക്ടർ രാജേഷ് കുമാർ, പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു പുതുതലമുറയെ അഭിസംബോധന ചെയ്യുന്ന ബജറ്റ് ആണ് ഇന്ന് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് എന്നതാണ്. ഈ കർഷകർ മുതൽ ഏറ്റവും വലിയ ന്യൂക്ലിയർ എനർജി മിഷൻ വരെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു ബജറ്റാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. 2033 തദ്ദേശീയമായി വികസിപ്പിച്ച 5 ആണവ റിയാക്ടറുകൾ സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ എനർജി
ഉൽപാദനം വൻതോതിൽ കൂട്ടുന്ന രീതിയിലേക്കുള്ള വലിയ പ്രോജക്റ്റ് അടക്കം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ 500 കോടി വകയിരുത്തുകയാണ്. ഇതൊക്കെ വളരെ കൃത്യമായി ഈ രാജ്യത്തിൻ്റെ വികസനത്തിലേക്ക് വഴിതെളിക്കുന്നതല്ലേ? പ്രത്യേകിച്ച് യുവാക്കളുടെയൊക്കെ വലിയ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന പദ്ധതികളല്ലേ ഇന്ന് ഈ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്? തീർച്ചയായിട്ടും ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കുന്ന ഒരു കാഴ്ചപ്പാടോടെ തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ചില ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു മീഡിയയിൽ വന്ന് പറയുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അത് തെറ്റാന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾക്ക് ടാക്സ് ഇനത്തിൽ ജനങ്ങൾക്ക് ഒരു സേവിങ്ങും ഇല്ല, 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് സേവിങ് ഇല്ല എന്നൊന്നും പറയുന്നത് തെറ്റാണ്. ഏതാണ്ട് 24 ലക്ഷം രൂപയുള്ള ആൾക്ക് 1,10,000 രൂപ ടേബിൾ വേണമെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കാം. ഞാൻ ഇന്ന് അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ്. എൻ്റെ ഒരു ഫിനാൻസിൽ പഠിപ്പിക്കുന്ന അധ്യാപനാണ് ഞാൻ, ടാക്സേഷൻ എൻ്റെ ഒരു സബ്ജക്റ്റ് വേണം. അപ്പോൾ 1,10,000 രൂപയോളം 24 ലക്ഷം രൂപ വരെ ശമ്പളം കിട്ടുന്ന ആൾക്ക് സേവിങ് ഉണ്ട്. അത് 20 ലക്ഷം ആണെങ്കിൽ 80,000 സംതിങ് കാര്യങ്ങളുണ്ട്. ഈ മിഡ് ഇൻകത്തിൽപ്പെട്ട ആളുകൾക്ക് ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള മുറവിളി കുറച്ച് കാലമായിട്ട് ഉണ്ടായിട്ടുണ്ട്, പല ബഡ്ജറ്റുകളിലും പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിന് പല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കോവിഡ് പോലത്തെ കാര്യങ്ങൾ ഇതെല്ലാം ഓവർകം ചെയ്തിട്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക സ്ഥിതിയിലുണ്ടായ ചില പ്രശ്നങ്ങളെ കൊണ്ടൊക്കെയാണ് ഗവൺമെൻറ് ചെയ്യുക. അപ്പോൾ കൃത്യമായ റൈറ്റ് ടൈം വന്നപ്പോൾ ഗവൺമെൻറ് അത് ചെയ്തു. അതിനുള്ള ഒരു കൃത്യമായ ഒരു ആവശ്യകത ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് പൊളിറ്റിക്കലായിട്ടും അല്ലെങ്കിൽ ഇലക്ഷനെ ഗുണം ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് തീർച്ചയായിട്ടും അതുണ്ടാവാം. അതായത് ഭരിക്കുന്ന ഗവൺമെൻറ്റും പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലേ ഭരിക്കുന്നത് 5 വർഷം കൂടുമ്പോൾ. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം കടന്നു വരിക എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആസ് എ പോളിസി അത് അങ്ങനെ ഇല്ല എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഈസിലി അവൈലബിൾ ആണ്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാനത് അയച്ചു കൊടുക്കാൻ തയ്യാറാണ്. രണ്ടാമത് തീർച്ചയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലത്തെ കാര്യങ്ങളില്ല. ഇപ്പം ചൈന അതിന് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പുതിയതായി വരുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ടുവരിക, അത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകിച്ച് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അത് വളരെയധികം വർദ്ധിപ്പിക്കുകയല്ലേ. IIT-കളുടെ എണ്ണം വർദ്ധിപ്പിച്ചു, IIM-കളുടെ എണ്ണം വർദ്ധിപ്പിച്ചു, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എല്ലായിടത്തും വന്നു, മെഡിക്കൽ സീറ്റുകൾ വർദ്ധിച്ചു. അപ്പം എന്താണ്, പ്രൊഫഷണലി എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ കേപ്പബിൾ ഓഫ് മേക്കിംഗ് ദം എംപ്ലോയബിൾ. പഴയ പോലെ ഇപ്പോൾ സാധാരണ ഒരു ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കാര്യമില്ല, അവരെ സ്കിൽഡ് ചെയ്യണം. അപ്പോൾ ആ സ്കില്ലിങ്, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഒരുപാട് അപ്രന്റീസ്ഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ തുടർച്ച എന്നോണം തന്നെയാണ് ഇത്തരത്തിലുള്ള പുതിയ നിർദ്ദേശങ്ങളൊക്കെ വന്നിരിക്കുന്നത്. കാർഷിക മേഖലയിൽ ഗവൺമെൻറ്റിന് ഫോക്കസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിനോട് മുഴുവനായിട്ട് യോജിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം ഈ കാർഷിക ബില്ല് വന്ന ആ സമയത്ത് അത് പിന്നീട് ഗവൺമെൻറ് തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അതിൻ്റെ എഡ്യൂക്കേഷനും കാര്യങ്ങളും ഇപ്പോൾ കോൺട്രാക്ട് ഫാമിംഗ് പോലത്തെ കാര്യങ്ങൾ ആരോ പറഞ്ഞു, യൂറിയ അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. കർഷകന് നൂതന സാങ്കേതിക വിദ്യ കർഷകൻ്റെ അടുത്തേക്ക് എത്തേണ്ടതായ ആവശ്യങ്ങളുണ്ട്. പുതിയ പുതിയ ഫാമിംഗ് ടെക്നോളജികൾ, വിദേശ സ്ഥലങ്ങളിലുള്ള പുതിയ പുതിയ കാർഷിക, അപ്പോൾ അതിനൊക്കെ വലിയ രീതിയിൽ ഈ കോൺട്രാക്ട് ഫാമിംഗ് ഉപകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കൃഷിയിലൊരു ന്യൂനതമായ കാര്യങ്ങളുണ്ടാവണം. അതായത് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കേണ്ടതായ കുറേ സ്റ്റെപ്സുകളുണ്ട്. നമ്മൾ അവർക്ക് താങ്ങ് കൊടുക്കണം, താങ്ങുവിലയുടെ കാര്യത്തിലൊക്കെ കൊണ്ടുവരണം, അവരെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലോട്ട് വരികയാണ്. കാരണം ഹയർ ഇൻകം ഉള്ള അഗ്രികൾച്ചറിസ്റ്റിനെയൊക്കെ ടാക്സ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അഗ്രികൾച്ചർ ടാക്സ് 0 ആണ്, നില്ലാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ആയിട്ട് പറയുന്നത് സംസ്ഥാനങ്ങൾക്കാണ് ഈ കാർഷികത്തിൻ്റെ ഇതുള്ളത്. കേന്ദ്രത്തിനെ പോലെ തന്നെ എല്ലാം സംസ്ഥാനങ്ങൾക്ക്. അപ്പം അന്ന് സംസ്ഥാനങ്ങളിൽ വോട്ട് ബാങ്ക് ഉള്ളത് കൊണ്ട് ഈ കർഷകരെ ടാക്സ് ചെയ്യേണ്ടെന്നുള്ള എൻ്റെ പേരിലാണ് അതെന്ന് അഗ്രികൾച്ചർ ടാക്സ് നില്ല് എന്നുള്ള ഇതിലേക്ക് പോയത്. അതാണ് അതിൻ്റെ ഹിസ്റ്ററി. നമ്മൾ ഇൻകം ടാക്സിൻ്റെ ഹിസ്റ്ററി വായിച്ചു നോക്കിയാൽ നമുക്കത് കിട്ടും. അപ്പോൾ ഞാൻ പറയുന്നത് ഹയർ റേറ്റിൽ അവരെ ടാക്സ് ചെയ്യണം, എന്നിട്ട് സാധാരണ കർഷകരിലേക്ക് അത് വരണം. അതിന് ഊന്നൽ കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കാർഷിക മേഖലയിലേക്ക് ഊന്നൽ കൊടുക്കുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഇത്. പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ച് ഇപ്പം അദ്ദേഹം പറഞ്ഞു. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ക്വാളിറ്റി ഇമ്പാർട്ട് ചെയ്യണം. അതായത് ഇന്ന് തൊഴിൽ മേഖലകൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു കാര്യം. ഇപ്പോൾ നോക്ക്, നിങ്ങൾ പുതിയ UGC-യുടെ ഒരു ഗൈഡ് ലൈൻ പ്രകാരം അവർ പ്രൊഫസർ ഓഫ് പ്രാക്ടീസിനെ 10%
ശതമാനത്തെ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിൽ അത് UGCയുടെ പുതിയ ഗൈഡ് ലൈനാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ IIT IIMകളിലൊക്കെ ഡയറക്ടർമാരായിട്ടുള്ളവരെ ഇൻഡസ്ട്രിയിൽ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ഇവിടെ കുറേ ആളുകൾക്ക് ഇങ്ങനെ വളരെ ചൊറിഞ്ഞു വരുന്നുണ്ട്. കാരണം ഈ ഞാൻ അധ്യാപകരെ കുറ്റം പറയുകയല്ല, ഞാനും ഒരു അധ്യാപകനാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ പറയുന്നത്, കാരണം നമ്മുടെ പുതിയ മാറി വരുന്ന ഒരു സംസ്കാരത്തിൽ ഇത് രണ്ട് യോജിച്ച് വേണം. കോൺസെപ്ച്വൽ ക്ലാരിറ്റി പഠിപ്പിക്കുന്ന അധ്യാപകൻ ഉണ്ടാവണം, അതേപോലെ തന്നെ പ്രാക്ടീഷണറായ അധ്യാപകരും. അവരും കൂടി വന്നെങ്കിൽ ഒരു തൊഴിലധിഷ്ഠിത എന്താണ് നമ്മൾ പുറത്ത് കമ്പോളത്തിൽ വിപണിക്ക് വേണ്ടത് ആ രീതിയിൽ ഇവരെ ഇക്വിപ്പ് ചെയ്തെടുക്കണം. അല്ലാതെ വെറുതെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സംഭവമായി മാറരുത്. ഇതേപോലെ തന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കടം പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ പറഞ്ഞു, അതിൽ അതിലേക്ക് വരാം. ഡോക്ടർ മേരി ജോർജിലേക്ക് ഒന്നുകൂടി പോകേണ്ട ഒരു അനിവാര്യതയുണ്ട്. ഡോക്ടർ മേരി ജോർജ്, ചില രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക ഭീഷണി തടയാൻ അടക്കമുള്ള ചില കാര്യങ്ങൾ ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. സിമ്പിളായി പറയുകയാണെങ്കിൽ ചൈനയിൽ നിന്നുള്ള ഈ കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതി അത് വൻതോതിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാക്കുന്നതല്ല. ഈ കളിപ്പാട്ടങ്ങളുടെ ഗ്ലോബൽ ഹബ്ബാക്കി ഭാരതത്തെ വികസിപ്പിക്കാനുള്ള ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യപ്പെടുകയാണ്. നോക്കൂ, അത് 2013 മുതൽ 2014 മുതൽ അതിനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 94% ഉണ്ടായിരുന്ന കളിപ്പാട്ട ഇറക്കുമതി ചൈനയിൽ നിന്നുള്ളത് 64% കുറച്ചു. നമ്മുടെ തദ്ദേശീയ കളിപ്പാട്ടങ്ങൾക്ക് വലിയ ആഗോള വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ അത്തരത്തിൽ ചൈനയിൽ നിന്നടക്കമുള്ള ഭീഷണി ചെറുക്കാനുള്ള ചില ക്രിയാത്മക നിർദ്ദേശങ്ങൾ ബജറ്റിൽ കാണുന്നുണ്ട്. നീലിമ, അത് തീർച്ചയായിട്ടും വളരെ നല്ല, അതായത് ഏതാനും വർഷങ്ങളായി ഈ കളിപ്പാട്ട നിർമ്മാണത്തെ പറ്റി തന്നെ നമ്മൾ സംസാരിക്കുന്നുണ്ട് ബജറ്റുകളിൽ. അത് നല്ലൊരു നീക്കമാണ് ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് പറയുന്നതോടൊപ്പം തന്നെ മിസ്റ്റർ രാജേഷ് പറഞ്ഞ ആ ഒരു പോയിന്റ്, അതായത് രാജേഷ് പറഞ്ഞത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എഡ്യൂക്കേഷൻ മേഖല, എഡ്യൂക്കേഷനിൽ സാർവത്രികമായ മാറ്റം വേണം, അതും ടെക്നോളജി ബേസ്ഡ് ആയിട്ട്. ഓരോ ക്യാമ്പസും AI-ക്ക് കുറേയെങ്കിലും പ്രാധാന്യം കൊടുക്കുന്ന, കാരണം ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്തുള്ള ഇൻ്റർവ്യൂ ബോർഡുകളെ നോക്കിയാൽ മതി. വലിയ വലിയ കമ്പനികളിലേക്ക് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ ഇൻ്റർവ്യൂവിന് വരുന്നവർ അവരുടെ റെസ്യൂമെ തന്നെ AI ബേസ്ഡ് ആയിട്ടാണോ, അവർക്ക് AI-യോടൊരു താല്പര്യമുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ ഉള്ള റെസ്യൂമെ കൂടുതൽ പ്രാധാന്യത്തോടെ എടുക്കുമെന്നും അത്തരക്കാരെ അപ്പോയിൻ്റ് ചെയ്യുന്ന. കാരണം അവരുടെ ആ കമ്പനി വികസിക്കുന്നതിനനുസരിച്ച്, അതുപോലെ AI-യുടെ വളർച്ച അനുസരിച്ച് അവർക്കും അതിലേക്ക് പോകണം. അങ്ങനെ പോകാൻ തക്ക കാര്യശേഷി ഉണ്ടാവുക, ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുക, താല്പര്യം ഉണ്ടാവുക, ഇതൊക്കെ കാരണം കൊണ്ടാണ് അത് റെസ്യൂമെയിൽ തന്നെ ഈ AI-യുടെ മിന്നലാട്ടം ഉണ്ടെങ്കിൽ അത്തരക്കാർക്ക് പ്രാധാന്യം കൊടുത്ത് അപ്പോയിൻ്റ് ചെയ്യുമെന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ എനിക്കൊരു ഇതുപോലെ ഈ ടെക്നോളജി, പ്രധാനമന്ത്രിയുടെ ആദ്യ ബജറ്റിൽ തന്നെ ടെക്നോളജിക്ക് കൊടുക്കുന്ന പ്രാധാന്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 2014. പക്ഷേ എനിക്കിപ്പോഴും അത് ദഹിക്കാത്തത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നീലിമ നോക്കുക, എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഫണ്ട് എത്രയാണെന്ന്. എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഫണ്ട് 1,28,650 കോടിയാണ്. പ്രിയപ്പെട്ട നീലിമ, അത് എന്ന് വെച്ചാൽ നമ്മുടെ GDP-യുടെ 0.34% ആണ്. അതായത് നമ്മുടെ തൊട്ടയലക്കത്തുള്ള ചൈനയെ പറ്റി രാജേഷ് പറഞ്ഞു, CP ജോൺ പറഞ്ഞു. ഈ തൊട്ടയലക്കത്തുള്ള ചൈന 6% കൂടുതലാണ് GDP-യുടെ എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കുന്നത്. അമേരിക്ക തൊട്ടുള്ള എല്ലാ വികസിത രാജ്യങ്ങളും അങ്ങനെയാണ് മാറ്റിവെക്കുന്നത്. അപ്പോഴാണ് 0.34% മാറ്റിവെച്ച് നമ്മളെ കുരങ്ങ് കളിപ്പിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് അതിന്. കാരണം അത്ര പ്രാധാന്യം, ഒരുപാട് കാര്യങ്ങൾ നടത്തുമെന്ന് എഴുതി വെച്ചിട്ട് ഒരു കാര്യവും നടത്താൻ ഫണ്ടിങ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ നിലവാരം ആഗോള തലത്തിലേക്ക് ഉയരുക? ഇവിടെയൊക്കെയാണ് ഞാൻ വിമർശനം രേഖപ്പെടുത്തുന്നത്. സോറി നീലിമ, ഇങ്ങനെ പറയേണ്ടി വന്നതിൽ. ഡോക്ടർ മേരി ജോർജ്, സാമ്പത്തിക വിദഗ്ധ എന്ന നിലയിൽ ഈ ബജറ്റിനെ അനുകൂലമായും പ്രതികൂലമായും വിലയിരുത്തുകയാണ്. അത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യനിലേക്ക് കൂടി പോകുകയാണ്. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, നമ്മൾ ഈ ചൈനയുടെ കാര്യം തന്നെ നമുക്കൊന്ന് പരാമർശിച്ച് പോകേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കൃത്യമായ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുക, നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമായ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുക. ഒരു ചൈനീസ് വിപണിയിലേക്ക് വലിയൊരു ഒഴുക്ക്
ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലായാലും ഈ കളിപ്പാട്ടത്തിൻ്റെ കളിപ്പാട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ തമാശയായി തോന്നാം. പക്ഷേ നമ്മുടെ വിപണിയിൽ നിന്ന് ചൈന എത്രയോ ദശലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ഇവിടെ നിന്ന് ഈ ഒരു ഇനത്തിൽ കൊണ്ടുപോകുന്നത്. അതിനെ തടയിടാൻ വളരെ കൃത്യമായ ആസൂത്രണം ഇവിടെ വരികയാണ്. കളിപ്പാട്ടങ്ങളുടെ ഗ്ലോബൽ ഹബ്ബാക്കി ഡെവലപ്പ് ചെയ്യുകയാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സാമ്പത്തിക വിപണിക്ക് വലിയ ഊർജം പകരുന്ന ഒന്നാണ്, അല്ലേ? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി മോഡിയുടെ നേതൃത്വത്തിലുള്ള ഈ മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ അത് ഒരു വലിയ ആശയമാണ്. അതായത് നമ്മുടെ യുവതലമുറ ഈ ഇന്ത്യയിൽ തന്നെ അവർക്ക് തൊഴിലും വരുമാനവും കണ്ടെത്തത്തക്ക വിധത്തിൽ നമ്മുടെ സംരംഭകത്വ വികസനം അതാണ് ആ തന്ത്രം. പക്ഷേ നിർഭാഗ്യവശാൽ ആ തന്ത്രം വളരെ പതുക്കെയാണ് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഈ തൊഴിലില്ലായ്മ ഇത്രമാത്രം വർദ്ധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ AI പോലെയുള്ള പുതിയ സാങ്കേതികവിദ്യ ഒരുപക്ഷെ തൊഴിലില്ലായ്മ കൂട്ടും. അതിനെക്കുറിച്ച് അത്രയധികം ഭയപ്പെട്ടിട്ട് കാര്യമില്ല. AI വരുന്നതോടുകൂടി മറ്റു തൊഴിലവസരങ്ങൾ ഒരുപാട് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ പ്രധാന തടസ്സം എന്താണ്? നമ്മുടെ ഈ റെഗുലേറ്ററി മെക്കാനിസംസാണ്. നമുക്കറിയാം ഇപ്പോഴും നമ്മുടെ വ്യാവസായിക മേഖലയിലുള്ള സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ഈ ലൈസൻസ് പെർമിറ്റ് രാജ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും ആക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും പല തരത്തിലുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും നിലവിൽ വന്നു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മുടെ എക്കണോമിക് സർവേ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ലേബർ കോഡ് ഉദാഹരണമായിട്ട് ഇപ്പോൾ ചെറുകിട SME സെക്ടറിലുമൊക്കെ തൊഴിലാളികളെ എടുത്തു കഴിഞ്ഞാൽ അവരെ ഒരുപക്ഷെ പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിരിച്ചുവിടാൻ മാത്രം അവർക്ക് അനുവാദം കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ തൊഴിൽ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോൾ ശ്രീമതി സീതാരാമൻ്റെ പല വിധത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ടത്, SME സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടത്, അവയൊക്കെ പ്രായോഗിക തലത്തിൽ പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഗുലേറ്ററി മെക്കാനിസത്തിൽ ഈസ് ഓഫ് ഡൂയിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പല മേഖലകളിലും നമുക്ക് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾക്ക് കയറ്റുമതി ചെയ്യാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ചൈനയെ കണ്ട് ഭയക്കേണ്ട കാര്യമില്ല. കാരണം ചൈനയ്ക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അടുത്ത ഒരു 5 or 6 വർഷങ്ങൾക്കുള്ളിൽ തീർന്നു പോവുകയാണ്. അപ്പോൾ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, മാനവ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ നിർദ്ദേശങ്ങളൊക്കെ വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതാണ്. അവയെ നമ്മുടെ ഈ സംരംഭകത്വ അന്തരീക്ഷം, സംരംഭകരുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എൻവയോൺമെൻറ്റ് കൂടെ മെച്ചപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ശ്രീമതി സീതാരാമൻ്റെ പലവിധ പ്രഖ്യാപനങ്ങളും അടുത്ത വർഷങ്ങളിൽ ഇന്ത്യയുടെ വികസന കുതിച്ചുചാട്ടത്തിന് പിന്തുണ നൽകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് തന്നെ നമ്മൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞു. നമ്മുടെ സാഗർമാല പദ്ധതികൾ, റെയിൽവേ, പോർട്ട് മുതലായവയൊക്കെ വന്നു കഴിഞ്ഞു. GST എന്ന് പറയുന്ന ആ നികുതി സമ്പ്രദായം, ഇന്ത്യ ഒട്ടാകെ ഒരേ ഒരു നികുതി വ്യവസ്ഥ വന്നു കഴിഞ്ഞു. അതൊക്കെ തന്നെ നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിനെ കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി വേണ്ടത് ഈ ബജറ്റിലെ ചില്ലറ കുഴപ്പങ്ങളെ സംബന്ധിച്ചുള്ള, ചില്ലറ പരിമിതികളെ സംബന്ധിച്ചുള്ള ചർച്ചകളേക്കാൾ നമ്മളുടെ വിശാല ചിത്രം എന്ന് പറയുന്നത് വികസനത്തിൻ്റേതാണ്. നമ്മൾക്ക് ശോഭനമായ ഒരു ഭാവിയെ കരുതിയിട്ടുള്ള ഒരു കാര്യങ്ങൾ പലതും ബജറ്റിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നേരത്തെ ഈ ഉൽപ്പാദന മേഖലയിലെ ചില പ്രശ്നങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ
കഴിയാത്തൊരവസ്ഥയുണ്ടാക്കിയത് എന്നൊക്കെ വിലയിരുത്തപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുവരെ നമ്മൾ പരാമർശിച്ചു പോയത് ഈ ബജറ്റ് വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം പ്രായോഗികമാണ്, എവിടെയൊക്കെയാണ് നേട്ടം, എവിടെയൊക്കെയാണ് തിരുത്തപ്പെടേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ഒരു മണിക്കൂറിൽ സംസാരിച്ച സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ BJP പ്രതിനിധി അഡ്വക്കേറ്റ് SS ജയസൂര്യനിലേക്ക് പോവുകയാണ്. ഡോക്ടർ ജയസൂര്യൻ, ജനപ്രിയമായി മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് എന്നതാണ് എല്ലാവരുടെയും തലവാചകം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നികുതി ഭാരമൊന്നും സാധാരണക്കാർക്ക് മേൽ അടിച്ചേൽപ്പിക്കാത്ത ഒരു ജനപ്രിയ ബജറ്റായി തന്നെയാണ് ദേശീയ മാധ്യമങ്ങളായാലും കേരളത്തിലെ മാധ്യമങ്ങളായാലും വിലയിരുത്തുന്നത്. പക്ഷേ കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്നുള്ള വലിയ ഹൈലൈറ്റ് കൂടി വരുന്നുണ്ട്. അതിനെയൊക്കെ സമഗ്രമായി നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. ആദ്യഘട്ടമായി എങ്ങനെയാണ് ഈ ബജറ്റിനെ നാം കാണേണ്ടത്? ഈ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് മധ്യവർഗത്തിനും അതുപോലെ തന്നെ കാർഷിക മേഖലയിലും സ്വയം തൊഴിൽ മേഖലയിലും ഏർപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന വർഗത്തിനും വളരെയേറെ ശ്രദ്ധ കൊടുക്കുകയും പരിഗണന കൊടുക്കുകയും അവരിലേക്ക് ക്യാഷ് ഫ്ലോ ഉറപ്പുവരുത്തുകയും ചെയ്ത ഒരു ബജറ്റായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് അടിസ്ഥാനപരമായ കാരണമുണ്ട്. ഇപ്പൊ മധ്യവർഗത്തിന്റെ 12 ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന്റെ ടാക്സ് ഇളവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് നമുക്ക് വേണമെങ്കിൽ പറയാം, ശമ്പളം കിട്ടുന്നവരാണ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ളവരാണ്, അവരൊരു ചെറിയ ശതമാനം മാത്രമാണ്, അവരെ സോപ്പിട്ടുള്ളതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, സാമ്പത്തിക വളർച്ച എന്നൊക്കെ പറയാം. പക്ഷെ സമൂഹത്തിലേക്കുള്ള ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ശമ്പളമായും പെൻഷനായിട്ടും ഒക്കെ ജനങ്ങളിലേക്ക് എത്തേണ്ടതിനും വളരെയേറെ ആവശ്യമാണ്. അത്തരമൊരു അത് അവിടെ മാത്രം ഒതുക്കി നിർത്തുന്നില്ല എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഇവിടെ ഈ മുദ്രാ ലോണിന്റെ പരിധി 20 ലക്ഷമാക്കി ഉയർത്തി എന്ന് പറയുമ്പോഴും അതേപോലെ തന്നെ MSME സെക്ടറിലേക്ക് കാര്യമായിട്ടുള്ള ക്യാഷ് ഫ്ലോ കൊണ്ടുവരുന്നു. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. MSME സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 5 കോടി എന്നുള്ളത് 20 കോടി വരെ ലോൺ കൊടുക്കാൻ, അതായത് കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ തന്നെ ലോൺ കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഉള്ള ഉദാരമായ ഒരു സമീപനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അത് ചെറിയ ഒരു കാര്യമല്ല. അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 2 കോടി രൂപ വരെ ലോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ തോതിലേക്ക് അവരുടെ ക്രയശേഷിയെയും അവരുടെ കർമ്മശേഷിയെയും ഉപയോഗിക്കുക, ഭാരതത്തിന്റെ സാമ്പത്തിക രംഗത്ത് സുപ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാൻ അവർക്ക് കൂടി അവസരം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് കൂടുതൽ എളുപ്പത്തിൽ ടാക്സ് മറ്റു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ TDS പോലെയുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ ഉദാരമായ സമീപനം കൈക്കൊള്ളും. വളരെ നാളുകളായിട്ട് ചെറുകിട വ്യവസായ സംരംഭകരും വൻകിടക്കാരും ഒരുപോലെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. GST വന്നു, ടാക്സിന്റെ പുതിയ നിയമങ്ങളും നൂലാമാലകളും വന്നു, വളരെയേറെ ടെൻഷൻ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഒരു കംപ്ലയൻസ് കുറയ്ക്കുന്ന, ആ കംപ്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഉദാരമായ സമീപനം കൈക്കൊള്ളുന്ന ഒരു നിലപാട് സർക്കാർ എത്രയും വേഗം കൈക്കൊള്ളണമെന്നുള്ള ആവശ്യത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് അനുഭാവപൂർണമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അടിസ്ഥാന വർഗത്തിന്റെയും സാധാരണക്കാരുടെയും ഇടയിലേക്ക് വളരെയേറെ ആശ്വാസകരമായിട്ടുള്ള, പ്രോത്സാഹനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇൻഷുറൻസിന്റെ മേഖലയില് വിദേശ നിക്ഷേപം 100% എന്ന് പറയുന്നത്, നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് അത് മനസ്സിലാവുക. ഇൻഷുറൻസ് എന്ന് പറയുന്നത് കേവലം 4% മാത്രം നിന്നിരുന്ന ഒരു രാജ്യം, അവിടെ അത് 28% വർദ്ധിക്കുമ്പോഴും അത് ഹെൽത്ത് ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസും എന്ന് പറയുന്ന മേഖലകളിലേക്കും ലൈഫ് ഇൻഷുറൻസിലേക്കും മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമല്ല, ക്രോപ്പ് ഇൻഷുറൻസ് എന്ന് വേണം, പ്രോപ്പർട്ടി ഇൻഷുറൻസ് വേണം, അതുപോലെ മറ്റ് പല മേഖലകളിലും ഇൻഷുറൻസിന്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് നടപ്പാക്കാനും അവിടെ ക്യാഷ് ഫ്ലോ ഉറപ്പാക്കാനും കൂടുതൽ ഫണ്ട് കൊണ്ട് എത്തിക്കണമെങ്കിലും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വളരെ ആവശ്യമാണ്. അത് വിദേശ നിക്ഷേപമായിട്ട് വന്നാൽ അതിന്റെ പോളിസി, അതുപോലെ തന്നെ പ്രീമിയം, ഇതൊക്കെ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കണം. വിദേശത്തേക്ക് ആ ഫണ്ട് കടത്തിക്കൊണ്ട് പോകാത്ത വിധത്തിലുള്ള റെഗുലേഷനോട് കൂടി അത് അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഇൻഷുറൻസ് മേഖലയിൽ ഉണ്ടാകുന്ന വളരെ ശക്തമായ ഒരു പിന്തുണ അത് ചെറിയ കാര്യമല്ല. ഇന്ത്യൻ കർഷകരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പറയാറുണ്ട്, കാലാവസ്ഥയുമായിട്ടുള്ള ഒരു ചൂതുകളിയാണ്, ഒത്തെങ്കിൽ ഒത്തു ഇല്ലെങ്കിൽ തകർന്നു എന്നത്. അവിടെ ക്രോപ്പ് ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങൾ വളരെ വിശാലമായ മേഖലകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാർഷിക രംഗത്ത് ആത്മവിശ്വാസത്തോടു കൂടി പണിയെടുക്കുവാനും എന്തെങ്കിലും ഒരു അവിചാരിതമായിട്ടുള്ള തിരിച്ചടി ഉണ്ടായാൽ പോലും ഇൻഷുറൻസിന്റെ പിൻബലത്തോടെ അവർക്ക് പിടിച്ചു നിൽക്കാനും കഴിയും.
ഇതും ചെറിയ ഒരു കാര്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിൽ കൃത്യമായിട്ടുള്ള ഊന്നൽ കൊടുക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഈ ഊന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ചെറുപ്പക്കാർക്ക്, അതേപോലെ തന്നെ വനിതകൾക്ക്, ആദിവാസികൾക്ക്, ഇവർക്കെല്ലാം തന്നെ, പ്രത്യേകിച്ച് കർഷകർക്ക്, ഇവർക്കെല്ലാം തന്നെ സാമ്പത്തിക പിൻബലവും സാമ്പത്തിക സുരക്ഷിതത്വവും എന്നുള്ള ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചത്. പൊതുവെ പറയാറുണ്ട്, സർക്കാർ എപ്പോഴും കോടീശ്വരന്മാരുടെ കൂടെയാണ്, സമ്പന്നന്മാരുടെ കൂടെയാണ്, ഇവിടെ പട്ടിണിയാണ്, ഇവിടെ തൊഴിലില്ലായ്മയാണ് എന്നൊക്കെയുള്ള ഒരു പതിവ് പല്ലവിയുണ്ട്. പക്ഷേ കണക്കുകൾ അത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാപെക്സിന്റെ ഒക്കെ മേഖലയിൽ UPA ഗവൺമെന്റിന്റെ കാലത്ത് ശരാശരി 2 ലക്ഷം കോടി രൂപയാണ് കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പൊ 11.11 ലക്ഷം കോടി രൂപയുടെ കാപെക്സ് ഈ ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, തൊഴിലില്ല എന്ന് നിരന്തരമായിട്ട് ആക്ഷേപിക്കുകയും ആരോപിക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശത്തിരുന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. 2021-22 1,22,00,000 തൊഴിൽ, അതായത് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ കണക്കാണ് ഞാൻ പറയുന്നത്. അത് 2022-23 എത്തുമ്പോൾ 1,39,00,000. ഈ രീതിയിൽ 1.25 കോടി തൊഴിലവസരങ്ങൾ ഓരോ വർഷവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ആധികാരികമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അഡ്വക്കേറ്റ് BN ഹസ്കറിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ, എങ്ങനെയാണ് ശ്രീ ജയസൂര്യൻ, ഞാൻ അങ്ങയിലേക്ക് എത്താം. ചെറിയൊരു സാങ്കേതിക പ്രശ്നം അങ്ങയുടെ കണക്ഷനിൽ കാണുന്നുണ്ട്. ദയവായി അതൊന്ന് പരിശോധിക്കുക. അഡ്വക്കേറ്റ് BN ഹസ്കറിലേക്ക് പോകുകയാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ, എങ്ങനെയാണ് ഇടതുപക്ഷം ഈ ബജറ്റിനെ കാണുന്നത്? ഏറ്റവും അടിസ്ഥാനപരമായി കാണേണ്ടത്, ഈ ബജറ്റ് ഒരു രാഷ്ട്രീയ നയരേഖയായിട്ട് മാത്രം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ബജറ്റ്. ഒരു ബഡ്ജറ്റിന്റെ സാങ്ക്ടിറ്റി പോലും ഇല്ലാതെ ഒരു രാഷ്ട്രീയ നയരേഖയായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ബഡ്ജറ്റാണ്. ഒരു സംസ്ഥാനത്തിന്റെ പേരെടുത്ത് 6 തവണ പരാമർശിച്ചുകൊണ്ട് അത് ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഈ ബഡ്ജറ്റിനുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയപരമായി ബഡ്ജറ്റിനെ കാണുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിരാശാജനകമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് കൂടിയായിരുന്നു സമീപകാലത്ത് ശ്രീമതി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കപ്പെട്ട ഈ ബഡ്ജറ്റ്. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സാമ്പത്തിക സർവേയിൽ വളരെ കൃത്യമായി കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ച് പുകഴ്ത്തി പറയുകയും പ്രശംസിക്കുകയും ചെയ്തുകൊണ്ട് ആ സാമ്പത്തിക സർവേ അവതരിപ്പിക്കുകയും അതിൽ ഏറ്റവും പരമോന്നതമായി കാണേണ്ടത് കേരളം നാളിതുവരെ നേടിയിട്ടുള്ള ആരോഗ്യ മേഖലയിൽ നേടിയിട്ടുള്ള വിജയമാണ്. ലോകോത്തര മാതൃകയായി കേരളത്തിന്റെ ആരോഗ്യരംഗം നിൽക്കുമ്പോൾ ഒരു എയിംസ് പ്രഖ്യാപിക്കുക പോലും ചെയ്യാതിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പൊ വരും മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കേരളം കാത്തിരിക്കുകയാണ് എയിംസിനെ സംബന്ധിച്ച്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ അത് വരുത്താൻ പോകുന്ന ഏറ്റവും ഭാവനാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ പോലും ഉൾക്കൊള്ളുന്നതിന് BJP ഗവൺമെന്റിന് കഴിയുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ വിമർശനം. 2 കേന്ദ്രമന്ത്രിമാരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ 2 കേന്ദ്രമന്ത്രിമാര് ശ്രീ സുരേഷ് ഗോപി വളരെ കൃത്യമായി ഇതിനു മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിന് അടുത്ത ബഡ്ജറ്റ് സമയത്ത് ഒരു എയിംസ് പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു എയിംസ് പ്രഖ്യാപിക്കുന്നതിന് BJPക്ക് കഴിഞ്ഞിട്ടില്ല, ശ്രീമതി നിർമ്മലാ സീതാരാമന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം. കേരളത്തിന്റെ വികസന സാധ്യതകളെ ഏറ്റവും വലിയ സാഹചര്യം സൃഷ്ടിച്ചത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയാണ്. ഇപ്പൊ ഈ ബഡ്ജറ്റിൽ വിദ്യാഭ്യാസ മേഖലയിൽ അത്തരത്തിൽ കേരളം എടുത്തുയർത്തി കാണിച്ചിരുന്ന, അല്ലെങ്കിൽ കേരളം ഇതുവരെ കൈവരിച്ച നേട്ടങ്ങൾ, ആ നേട്ടങ്ങളിൽ ഊന്നിക്കൊണ്ട് അതിൽ പിന്തുടർന്നുകൊണ്ട് ഇപ്പൊ കേന്ദ്ര ബഡ്ജറ്റിൽ ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ള നല്ല കാര്യം. കേരളം ഇപ്പോ ഉദാഹരണമായി ടിങ്കർ ലാബ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഒട്ടാകെ തുക നീക്കി വെച്ചിരിക്കുന്നു. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ആ തുക ലഭിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ആകമാനം ഈ ടിങ്കർ ലാബുകൾ വന്നു കഴിഞ്ഞു. മാത്രമല്ല, പ്രൈമറി സ്കൂൾ ലെവലിൽ പോലും കണക്ടിവിറ്റി ഉണ്ട്. ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും കമ്പ്യൂട്ടറും ഉള്ളത് കേരളത്തിലെ പ്രൈമറി സ്കൂൾ ലെവലുകൾ പോലും ഉണ്ട്. 2000-ലധികം വരുന്ന പ്രൈമറി സ്കൂളുകളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ളപ്പോൾ ആ തുക ലഭിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 10,000 കോടി രൂപ കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന, ഈ വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കേണ്ടിയിരുന്ന ആ പദ്ധതി വിഹിതം കേരളത്തിന് ലഭിക്കാൻ പോകുന്നില്ല. മാത്രമല്ല,
വലിയ തോതിൽ കൊട്ടിഘോഷിക്കപ്പെടുന്നത് മധ്യവർഗത്തിന് ഏതോ തരത്തിൽ ഡയറക്ട് ടാക്സസിനെ സംബന്ധിച്ച് മധ്യവർഗത്തിന് ഏതോ തരത്തിൽ വലിയ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു ബഡ്ജറ്റായി ജനപ്രിയ ബഡ്ജറ്റ് എന്ന അർത്ഥത്തിലാണ് ഇത് കൊട്ടിഘോഷിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനമുള്ള മുഴുവൻ ആളുകളെയും ഇൻകം ടാക്സ് അടയ്ക്കുന്നതിന് പ്രേരിപ്പിക്കുകയും 2 കൊല്ലം മുമ്പ് അവതരിപ്പിക്കപ്പെട്ട പുതിയ സ്കീമിലേക്ക് മുഴുവൻ ആളുകളെ മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിവിചിത്രവും കൗശലത്തോടു കൂടിയും നടത്തിയിട്ടുള്ള ഈ ഡയറക്ട് ടാക്സിനെ സംബന്ധിച്ച് ഇൻകം ടാക്സിനെ സംബന്ധിച്ച് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ സാധാരണ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ മധ്യവർഗത്തെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ഇൻകം ടാക്സ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഇടപെടൽ. ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്കും മാസശമ്പളക്കാർക്കും ഇതുകൊണ്ട് ഒരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? പരിശോധിച്ചാൽ ഒരു ഗുണവും ലഭിക്കില്ല. പ്രത്യേകിച്ച് കാര്യം പുതിയ സ്ലാബിലേക്ക് ആളുകൾ മുഴുവൻ സ്വിച്ച് ഓവർ ചെയ്യേണ്ടി വരും. അത്തരം ഒരു സാഹചര്യം ഉണ്ടാൽ ഇന്നലെ വരെ അനുഭവിച്ചു വരുന്ന ഹൗസിംഗ് ലോണിന്റെയും എഡ്യൂക്കേഷന്റെയും ഒക്കെ തന്നെ എക്സ്പെൻസസിന്റെയും വരുന്ന റിബേറ്റുകൾ ഇല്ലാതാവും. അതൊരു വലിയ തോതിൽ നഷ്ടം സംഭവിക്കും. മറ്റൊരു തരത്തിൽ അതിനെ കാണാൻ കഴിയുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ തുക ബാങ്കിങ് മേഖലയിൽ ഉണർവുണ്ടാക്കും എന്നുള്ളതാണ്. TDS അടക്കം പിടിക്കുന്ന അടുത്ത ഏപ്രിൽ മുതൽ TDS പിടിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ബാങ്കിങ് മേഖലയിൽ അത് ഉണർവുണ്ടാക്കും എന്നുള്ള ഒരു സാഹചര്യം ഒടിച്ചാൽ ഫലത്തിൽ മധ്യവർഗത്തിന് ഇതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നേട്ടമില്ല. മാത്രമല്ല ഇതിലൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. ഫെബ്രുവരി 5-ാം തീയതി ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ്. ദില്ലി സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മധ്യവർഗത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രീകൃതമായി ജീവിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പൊ മധ്യവർഗത്തെ തൃപ്തിപ്പെടുത്തുന്നു എന്ന് കാണുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ നയരേഖയായിട്ടാണ് ഇതിൽ ഈ ഡയറക്ട് ടാക്സ് പ്രപ്പോസൽസ് വന്നിരിക്കുന്നത്. അങ്ങയുടെ വിമർശനം അതാണ്. ഒരു സെക്കൻഡ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇതാണ് ഇവിടെ പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനം. ഡൽഹി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ മധ്യവർഗത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നികുതി പരിഷ്കരണമൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടത്. അതായത് ഇങ്ങനെ ഈ 12 ലക്ഷം രൂപ വരെ ശമ്പളം വാർഷിക വരുമാനം ഉള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഗുണവും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ബി എൻ ഹസ്കർ പറയുന്നത്. കണക്കുകൾ അങ്ങനെയല്ലല്ലോ നമ്മുടെ മുന്നിൽ ഉള്ളത്. അതായത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രഖ്യാപനം ഗവൺമെന്റ് നടത്തുമ്പോൾ അത് ബഡ്ജറ്റ് ആണെങ്കിലും അല്ലെങ്കിലും അത്തരം പ്രഖ്യാപനങ്ങളുടെയൊക്കെ സമയത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും 1-2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് സമീപത്തുള്ള കാലാവസ്ഥയായിരിക്കും. അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത് തെരഞ്ഞെടുപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോ നമുക്കിവിടെ കേരളത്തിലും അതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലെ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ തമിഴ്നാട്ടിന് വാരിക്കോരി കൊടുത്തു, കേരളത്തിന് തന്നില്ല എന്ന് പറയുമ്പോൾ തമിഴ്നാട് ഭരിക്കുന്നത് BJP അല്ല, BJPയുടെ സഖ്യകക്ഷി പോലുമല്ല, നമുക്കറിയാം. അതുപോലെ ആന്ധ്രാപ്രദേശിന് കൊടുത്തു, ആന്ധ്രാപ്രദേശ് സഖ്യകക്ഷിയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ അതിന്റെ മറുവശം പറഞ്ഞുകൂടെ? ഗുജറാത്തിനെ തഴഞ്ഞു, മധ്യപ്രദേശിനെ തഴഞ്ഞു, ഉത്തർപ്രദേശിനെ തഴഞ്ഞു, BJP സംസ്ഥാനങ്ങളെ മുഴുവൻ തഴഞ്ഞു എന്നൊരു വ്യാഖ്യാനവും വേണമെങ്കിൽ BJPക്ക് പറഞ്ഞുകൂടെ? അപ്പോൾ അത്തരം രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ലഭിച്ചത് എന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് ഇതൊരു ബുഫയാണ്, ഒരു സദ്യ ബുഫയായിട്ട് നടത്തുന്നത് പോലെയാണ് ബജറ്റ്. എല്ലാം അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് നമുക്ക് സ്വയം എടുക്കാൻ കഴിയും. അത് എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള ചോദ്യം. എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള വിഹിതം എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള അനുകൂല സാഹചര്യമുണ്ട്. 25,000 കോടി രൂപയുടെ മത്സ്യബന്ധന പാക്കേജ് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതില് ഒരിക്കലും ഉത്തർപ്രദേശുകാരനോ ബീഹാറുകാരനോ കൊണ്ടുപോകില്ല. അതിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കാൻ പോകുന്നത് കേരളമായിരിക്കും. അപ്പോൾ കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം MSME സെക്ടറിനും മറ്റും കൊടുത്തിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ, അതേപോലെ പട്ടികജാതി പട്ടികവർഗത്തിന് കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ, ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ എന്തുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തിന്റെ ടൂറിസം മേഖലയെ വികസിപ്പിക്കുവാൻ വേണ്ടി, വിദ്യാഭ്യാസ മേഖലയെ വികസിപ്പിക്കാൻ വേണ്ടി ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. എല്ലാ ജില്ലകളിലേക്കും ഉഡാൻ സർവീസ്, നമ്മുടെ മലയോര മേഖലകളിലൊക്കെ തന്നെ ചെറുകിട വിമാനത്താവളങ്ങളോ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സംവിധാനങ്ങളോ ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ ടൂറിസത്തെ കുതിച്ചുചാട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അതിനുള്ള പ്രോജക്റ്റുകൾ വെക്കണം. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ വാങ്ങിച്ചെടുക്കുകയും പ്രയോജനപ്പെടുത്തുകയുമാണ് വേണ്ടത്. ഉൾനാടൻ മത്സ്യമേഖലയിലും അതുപോലെ തന്നെ കടൽ മത്സ്യമേഖലയിലും ഒക്കെ തന്നെ നമുക്കിത് കൊണ്ടുവരാനായിട്ട് കഴിയും.
നമുക്ക് വലിയ തുറമുഖങ്ങൾ വരുന്നുണ്ട്, നമുക്ക് വിമാനത്താവളങ്ങൾ ആവശ്യത്തിലേറെ ധാരാളമായിട്ട് വിമാനത്താവളങ്ങളുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള കർമ്മപദ്ധതി മുന്നോട്ട് വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ബജറ്റില് ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. നമ്മൾ മറ്റ് സംസ്ഥാന സർക്കാരുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മളുടെ വരുമാന മാർഗം എന്താണെന്ന് പുറത്തു പറയാൻ കൊള്ളൂ. കടം മേടിക്കുന്ന, കള്ളു കുടിക്കുന്ന, ചൂത് കളിക്കുന്ന, പിടിച്ചു പറിക്കുന്ന ഈ 4 മേഖലയല്ലേ കേരളത്തിനുള്ളൂ. ഇതിൽ നിന്നാണ് ഞങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന നാണക്കേട് കേരള സംസ്ഥാന സർക്കാരിന് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക? ബാക്കി സംസ്ഥാനത്തോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ട്, ഇൻഡസ്ട്രി ഉണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ടൂറിസം ഉണ്ട് എന്നൊക്കെ അവർക്ക് പറയാൻ കഴിയുമ്പം ഞങ്ങൾക്ക് ഇവിടെ കടമേടിയും കള്ളുകൂടിയും ചൂതുകളിയും പിടിച്ചുപറിയും 4 പരിപാടിയേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യം. ഞാനിത് മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിൽ പറയുമ്പം ചൂതുകളി എന്ന് പറഞ്ഞാൽ ലോട്ടറി, കള്ളുകൂടി എന്ന് പറഞ്ഞാൽ ബീവറേജ്, കടം മേടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ സംസ്ഥാന സർക്കാർ നീണ്ടിട്ടെണ്ടുകയല്ലേ. പിന്നെ പിടിച്ചു പറിക്കുക, വണ്ടിയൊക്കെ വഴി പിടിച്ചു നിർത്തിയിട്ട് GST കാരും അതുപോലെ തന്നെ പോലീസുകാരും ഒക്കെ പിടിച്ചു പറിക്കുകയല്ലേ. ഇങ്ങനെയുള്ള വരുമാനമല്ലാതെ മറ്റൊരു വരുമാനം ഇല്ല. ആരെങ്കിലും ഒരു കട തുറന്നാൽ, ഫാക്ടറി തുറന്നാൽ പൂട്ടിക്കുക, അവനെ ആത്മഹത്യ ചെയ്യിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ സംസ്ഥാന നയം. ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് ഈ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള ഏതൊരു പദ്ധതി വന്നാലും അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ കുഴപ്പമാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് പോലെ ഞാൻ അങ്ങയിലേക്ക് വരാം. ഇനി കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബിയിലേക്കാണ്. ശ്രീ റോണി, പ്രൊഫസർ റോണി, ഇത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനോട് ഈ ബജറ്റിന്റെ പ്രതികരണം ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. പക്ഷേ ഒന്നും മിണ്ടാതെ അങ്ങ് കടന്നു പോകുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കണ്ടത്. വലിയ വിമർശനങ്ങളോ എതിർപ്പോ ഈ ബജറ്റിനെ കുറിച്ച് പ്രതിപക്ഷത്തിന് ഡൽഹിയിലെ അവിടുത്തെ നേതാക്കളിൽ നിന്നും കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ പോലും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. കോൺഗ്രസിന് എങ്ങനെയാണ് ഈ ബജറ്റിനെ സമീപിക്കുന്നത്? ശ്രീ രാഹുൽ ഗാന്ധി ഇന്നത്തെ ബജറ്റിനെ കുറിച്ച് നൽകിയ കമന്റ് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആ കമന്റ് എന്താന്ന് ഞാൻ പറയാം. വെടിയുണ്ട ഏറ്റ് ഉണ്ടാകുന്ന പരിക്കിന് പ്ലാസ്റ്റർ ഒട്ടിച്ച് പരിഹാരം കാണുന്നത് പോലെയാണ് ഇന്നത്തെ ബജറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനേക്കാൾ ഒരു ക്ലാസിക് ഒരു മറുപടി ഇതിനെക്കുറിച്ച് പറയാനില്ല. കാരണം ഇന്ന് അങ്ങനെയാണോ ഒരു പ്രതിപക്ഷ നേതാവ് സംസാരിക്കേണ്ടത്? വസ്തുതകൾ മുൻനിർത്തിയല്ലേ? ഏതോ ഒരു പഴഞ്ചൊല്ലിന്റെ പേരിൽ ഇങ്ങനെയൊക്കെയാണോ പ്രതികരണം നടത്തുന്നത്? അത് വസ്തുതകൾ മുന്നിൽ നിർത്തി തന്നെയാണ്. കാരണം ഇന്നലെ അവതരിപ്പിച്ചതാണ് യഥാർത്ഥ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നേർചിത്രം. ഇന്നലെ പിന്നെ പാർലമെന്റിൽ സമർപ്പിച്ച എക്കണോമിക് സർവേ റിപ്പോർട്ട്. ആ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അനന്ത നാഗേശ്വരൻ അദ്ദേഹം പറഞ്ഞൊരു കമന്റ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്താണെന്നറിയാമോ? ഗെറ്റ് ഔട്ട് ഓഫ് ദ വേ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. ഇനി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഒന്നും ഇത് വായിക്കാതെയാണോ പാർലമെന്റിൽ വെച്ചത് എനിക്കറിയില്ല. പക്ഷേ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗെറ്റ് ഔട്ട് ഓഫ് ദ വേ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ പാളം തെറ്റിയിരിക്കുന്നു, വഴി തെറ്റിയിരിക്കുന്നു. അത് തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അത്ര ഗുരുതരമായ ഒരു പ്രശ്നം നിൽക്കുമ്പോൾ അതിന് പരിഹാരം കാണേണ്ട രീതിയിലല്ല ഇന്നത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. പറയാം, ബഹുമാനീയനായ അഡ്വക്കേറ്റ് ജയസൂര്യൻ അദ്ദേഹം പറഞ്ഞു, ഒരുപാട് പിന്നെ സാമ്പത്തിക വളർച്ച ഇവിടെ ഉണ്ടാകുന്നു, ഗവൺമെന്റ് വലിയ രീതിയിലുള്ള പിന്നെ നിക്ഷേപം ഇവിടെ നടത്തുന്നു. അദ്ദേഹം അതിന് കണക്ക് തന്നെ പറഞ്ഞു. 11.1 ലക്ഷം കോടി രൂപ കഴിഞ്ഞ ബജറ്റിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി ഇവിടെ മാറ്റിവെച്ചു. ശരിയാണ്, മാറ്റിവെച്ചു. ഇനി എത്ര ഇംപ്ലിമെന്റ് ചെയ്തു? അതാണല്ലോ ഇവിടെ പ്രഖ്യാപനം ഇഷ്ടംപോലെ നടത്താം. പക്ഷെ അങ്ങേക്കറിയാമോ, ആ 11.1 ലക്ഷം കോടി രൂപയിൽ കഴിഞ്ഞ ബജറ്റിൽ മൂലധന ചെലവിന് വേണ്ടി മാറ്റിവെച്ച 11.1 ലക്ഷം കോടി രൂപയിൽ 40% മാത്രമേ ഇതുവരെ നടപ്പാക്കിയിട്ടുള്ളൂ. എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? ഞാൻ കൃത്യമായ ഉത്തരം പറയാം. കാരണം ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ധനക്കമ്മി കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. 2021-22 ധനക്കമ്മി 9.8% ഇപ്പോൾ അത് 4.8% എങ്ങനെയാണ് ധനക്കമ്മി കുറച്ചതെന്ന് ഞാൻ പറയാം. ഇങ്ങനെ മാറ്റിവെച്ച ഫണ്ട് മുഴുവൻ വെട്ടിച്ചുരുക്കി കട്ട് ചെയ്തു. ഞാൻ കൃത്യമായി കണക്ക് പറയാം. നമ്മൾ എന്നിട്ട് വേണം ഈ ബജറ്റിനെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സാമ്പത്തിക വർഷം വെട്ടിച്ചുരുക്കിയ കണക്ക് തരുമല്ലോ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ കട്ട് 1,04,025 കോടി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കട്ട് 92,682 കോടി. ഇത് ഏറ്റവും അധികം ബാധിച്ചെന്നറിയോ? ഒന്ന്, ഹെൽത്ത് ആരോഗ്യ മേഖലയിൽ വെട്ടിക്കുറച്ചത് 1,255 കോടി. എഡ്യൂക്കേഷൻ 11,584 കോടി. സോഷ്യൽ വെൽഫെയർ 10,19 കോടി. അഗ്രികൾച്ചർ 10,992 കോടി.
റൂറൽ ഡെവലപ്മെന്റ് പ്രത്യേകം കേൾക്കണം, ഗ്രാമീണ മേഖല 75,133 കോടി, അർബൻ ഡെവലപ്മെന്റ് 18,907 കോടി. ഇത് ബഹുമാനപ്പെട്ട ജയസൂര്യൻ പറഞ്ഞല്ലോ, SC/ST വിഭാഗം കുട്ടികൾ അവർക്കൊക്കെ വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ കൃത്യമായി കണക്ക് പറയാം. പ്രൈം മിനിസ്റ്റർ ജാതി അഭ്യുദയ യോജന 2,140 കോടി രൂപ അനുവദിച്ചു, അലോക്കേറ്റ് ചെയ്തു. അതിന്റെ അകത്ത് ആക്ച്വൽ ഇംപ്ലിമെന്റേഷൻ 800 കോടി. അതുപോലെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ ദി SC/ST സ്റ്റുഡൻസ് അലോക്കേഷൻ 6,360 കോടി, ഇംപ്ലിമെന്റേഷൻ 5,500 കോടി. ഇതാണ് ശരിക്കും എന്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇത്ര ഗുരുതരമായ പ്രതിസന്ധിയിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ അതിഭീമമായിട്ടുള്ള വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നു. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വെട്ടിക്കുറവ് വരുത്തിയാൽ അത് എവിടെയാ ബാധിക്കാൻ പോകുന്നറിയാമോ? പ്രൊഫസർ റോണി കെ ബേബി, ഈ ആരോഗ്യ മേഖലയുടെ കാര്യം അങ്ങ് പറഞ്ഞു വരികയാണല്ലോ. 99,858 കോടിയാണ് ഇത്തവണ അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ ഇത് 89,974 കോടിയായിരുന്നു. 11% വർധനവ് ഈ ആരോഗ്യ മേഖലയ്ക്കായി വകയിരുത്തിയിരിക്കുകയാണ്. നമ്മള് ബജറ്റ് അലോക്കേഷൻ അല്ല യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത്. ഓരോ വർഷത്തെയും ബജറ്റ് കൃത്യമായി അലോക്കേറ്റ് ചെയ്തതിനു ശേഷം അതിനകത്ത് എത്രമാത്രം കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്തു, അവിടെയാണ്. ഇതിനുശേഷം ഗവൺമെന്റ് ചെയ്യുന്ന വേറെ ഒരു സ്ട്രാറ്റജി അതിന്റെ തന്നെ എന്നാ പറയുക, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. അത് നമ്മൾ ആരും കാണുകയല്ല. നമ്മൾ ആകെ കാണുന്നത് ബജറ്റ് എസ്റ്റിമേറ്റ് മാത്രമേ കാണുകയുള്ളൂ. അതാണ് ഇപ്പോൾ ഇവിടെ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ എഡ്യൂക്കേഷൻ ഇത്ര രൂപ വലിയ ഭീമമായ തുക അനുവദിച്ചിരിക്കുന്നു. പക്ഷെ അതിനുശേഷം ഗവൺമെന്റ് കൊണ്ടുവരുന്ന വേറൊരു സംഭവമുണ്ട്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ആ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് നമ്മൾ ആരോട് ചർച്ച ചെയ്യില്ല. ആ റിവൈസ്ഡ് എസ്റ്റിമേറ്റിലാണ് ഗവൺമെന്റ് ഭീമമായ രീതിയിലുള്ള വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആരെ അഡ്രസ് ചെയ്യുന്നു? കാരണം ഇവിടുത്തെ മിഡിൽ ക്ലാസ് അല്ലെന്ന ഇന്ത്യയുടെ യഥാർത്ഥ ജനസംഖ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഏറെ കൊട്ടിഘോഷിക്കുന്നു എന്താണെന്നറിയോ? ഇൻകം ടാക്സ് പരിധി കൂട്ടി. കാരണം ഈ രാജ്യത്ത് ഇൻകം ടാക്സ് കൊടുക്കുന്ന എണ്ണം എത്രയാണെന്നറിയാവോ? ഈ 2024 കണക്ക് പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്തത് 8,90,00,000 ആളുകൾ. അത് എത്രയാണെന്നറിയോ? ഇന്ത്യയുടെ ജനസംഖ്യ എത്ര ശതമാനം വരുന്നറിയോ? 6.68%. അതിൽ തന്നെ 4.90 കോടി ആൾക്കാർ കൊടുത്തത് സീറോ ടാക്സബിൾ. അവര് പറഞ്ഞെന്തറിയോ? അവർ കൊടുത്തു. ഈ പറയുന്ന 8.9 കോടി ആളുകൾ റിട്ടേൺ കൊടുത്തു. പക്ഷെ അതിൽ 4.90 കോടി ആളുകൾ ഒന്നും കണക്ക് കൊടുത്തതേ ഉള്ളൂ, ടാക്സ് പേ ചെയ്തിട്ടില്ല. ഇതാണ് യഥാർത്ഥ അവസ്ഥ. അപ്പോൾ എന്താ ഈ പറയുന്ന 4 കോടി ആളുകൾക്ക് വേണ്ടി എന്തോ വലിയ സംഭവം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണോ ഈ രാജ്യത്തെ ബജറ്റ് മുഴുവൻ ജനപ്രിയമാണ്? നമ്മൾ യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യുന്ന കാര്യമാണ്. ഈ രാജ്യത്തിന്റെ 50% ഒരു രാജ്യത്തിന്റെ ബജറ്റിൽ നിന്ന് 1.25 ലക്ഷം കോടി രൂപയുടെ വരുമാനം വേണ്ടെന്ന് വെക്കുന്നത് നിസ്സാര കാര്യമാണോ? 1.25 ലക്ഷം കോടി രൂപയാണ് ഇത്തരത്തിൽ ആദായ നികുതിയിലെ ഈ പരിധി, ഈ ഇളവ് വരുന്നതിലൂടെ ഉണ്ടാകുന്നത്. ആ കണക്ക് എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? വെറും 4% കണക്ക് പറയുമ്പോൾ ഈ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഈ നമ്മുടെ ബാങ്കിങ് സെക്ടറിലേക്ക് ഒഴുകി എത്താൻ പോകുന്നത് 1.25 ലക്ഷം കോടി രൂപയുണ്ട്. അതിനുള്ള ഉത്തരം ബഹുമാനപ്പെട്ട ഹക്സർ ഇവിടെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. കാരണം കഴിഞ്ഞ തവണയാണ് നമ്മൾ ഈ ന്യൂ റെജിമിലേക്ക് മാറിയത്. ഞാൻ കൃത്യമായി കണക്ക് പറയാം. കാരണം ഈ ന്യൂ റെജിം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് വെറും 6 കോടി ആളുകളായിരുന്നു IT റിട്ടേൺ ഫയൽ ചെയ്തിരുന്നെങ്കിൽ ഈ ന്യൂ റെജിം വന്നപ്പോൾ കൂടുതൽ വാഗ്ദാനങ്ങൾ കൊടുത്തു. വളരെ പെട്ടെന്ന് ഇത് ചെയ്തു. 1 വർഷം കൊണ്ട് 6 കോടിയിൽ നിന്ന് ഞാൻ പറഞ്ഞ 8.9 കോടിയിലേക്ക് പുതുതായി 3 കോടിയോളം ആളുകൾ ഈ പറയുന്ന ഇൻകം ടാക്സിന്റെ നെറ്റ്വർക്കിലേക്ക് വന്നു. പക്ഷെ ഈ ന്യൂ റെജിമിലേക്ക് മാറിയ ആളുകൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്, കാരണം ഓൾറെഡി തന്നെ ഒരുപാട് ബെനിഫിറ്റ് എത്തിക്കഴിഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ന്യൂ റെജിമിലേക്ക് മാറിയിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ടാക്സ് അതിന്റെ ആ സ്കെയിൽ ഉയർത്തിയതുകൊണ്ട് കാര്യമായ ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഹക്സൻ പറഞ്ഞതുപോലെ തന്നെ ഞാനും മനസ്സിലാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ജിമ്മിക്സ് മാത്രമാണ്. കാരണം എന്താ, വോട്ട് നേടുക. ഇതൊരു പൊളിറ്റിക്കൽ ഗെയിമിങ്സ് മാത്രമാണെന്നാണ് കോൺഗ്രസും പറയുന്നത്. ഡോക്ടർ രാജേഷ്, ഇത് ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിൽ തട്ടിക്കൂട്ടിയ ഒരു ബജറ്റ്, ഇത്തരത്തിൽ മധ്യവർഗത്തെ ചേർത്ത് പിടിക്കുന്നതൊക്കെ ഡൽഹി തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണോ? കാരണം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ വളരെ കൃത്യമായി ഈ മധ്യവർഗത്തെ, രാജ്യത്തെ മധ്യവർഗത്തെ ചേർത്ത് നിർത്തുമ്പോൾ ആ മധ്യവർഗത്തിൻ്റെ ജീവിത നിലവാരം ഉയരുമ്പോൾ സ്വാഭാവികമായും ഉയരാൻ പോകുന്നത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയാണ്. ഈ മധ്യവർഗമാണ് ഏറ്റവും നിർണായകമായ പങ്ക് സമ്പദ് വ്യവസ്ഥയിൽ വഹിക്കുന്നത്. അത് കണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമല്ലേ യഥാർത്ഥത്തിൽ ഉണ്ടായത്?
ഈ ബഡ്ജറ്റ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ള ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. റെഗുലേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം ഉപയോഗിച്ചിട്ടുണ്ട്. റെഗുലേഷൻ വളരെയധികം അത്യാവശ്യമാണ് നമുക്കിപ്പോൾ. കാരണം നമ്മുടെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കുറച്ചും കൂടിയും ഇൻക്രീസ് ലെവലിൽ വരണമെങ്കിൽ റെഗുലേഷൻ ആവശ്യമായിട്ട് വന്നേ മതിയാവും. പിന്നെ പ്രൊഫസർ പറഞ്ഞ ചില അലോക്കേഷൻ്റെ കാര്യങ്ങൾ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇൻകം ടാക്സിൽ ഇപ്പോൾ ഈ മിഡിൽ ക്ലാസ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ 1 lakh rupees സാലറി വാങ്ങുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻഫ്ലേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്ക്. നമ്മുടെ ഇൻഫ്ലേഷൻ വളരെയധികം വർദ്ധിച്ചു, പ്രത്യേകിച്ച് ഫുഡ് ഇൻഫ്ലേഷനൊക്കെ സപ്ലൈ സൈഡിലുള്ള കൺസ്ട്രെയിറ്റ് കൊണ്ടാണ്. ഇപ്പോൾ ആ ഇൻഫ്ലേഷൻ ഒന്ന് നോർമലൈസ് ആക്കിയിട്ടുണ്ട്, എങ്കിലും പ്രൈസ് റൈസ് വന്നിരിക്കുന്നത് അതേപോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഗവൺമെൻറ് എംപ്ലോയീസ് മാത്രമല്ല, പ്രൈവറ്റ് എംപ്ലോയീസിനും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 20 ലക്ഷം കിട്ടുന്ന ഒരാൾക്ക് പോലും 80,800 rupees സേവ് ചെയ്യാൻ പറ്റും. ഞാനൊരു ടേബിൾ പോലെ ഉണ്ടാക്കിയിട്ട്, കാരണം എൻ്റെ സബ്ജക്ട് ഫിനാൻസ്, ഞാൻ ഇൻകം ടാക്സ് പഠിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ ആണ് ആ പോയിന്റ് ഉന്നയിച്ചത്. കാര്യമായി ഒന്നും ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല. ആ കണക്കുകൾ അങ്ങൊന്ന് വ്യക്തമാക്കൂ. അതായത് ഇപ്പോൾ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് വെച്ചാൽ റിബേറ്റ് തന്നെയാണ്. അതായത് നമ്മളെ 87 റിബേറ്റ് പ്രകാരം കഴിഞ്ഞ ഇതിൽ പ്രകാരം സ്ലാബിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയ സ്കീമാണെങ്കിൽ 2 സ്കീമുണ്ടല്ലോ, പുതിയ സ്കീമിലാണെങ്കിൽ 25,000ഉം പഴയ സ്കീമിലാണെങ്കിൽ 12,500ഉം. ഈ 25,000 ആണ് 60,000 ആയിട്ട് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. അതിന് പുറമെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ നമ്മൾ ഈ NPS-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യാം, ഗ്രോസിന് ഡിഡക്ട് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ടിനാണ്. അപ്പോൾ നല്ല വ്യത്യാസമുണ്ട്, അത് ഉറപ്പുള്ള കാര്യമാണ്. അത് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. അത് നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് ഏത് ചാർട്ടേഡ് അക്കൗണ്ടന്റായാലും ഏത് നികുതിയിലും ഉണ്ട്. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. ഈ ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആളുകളുടെ ഇൻകം ഇന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫ്ലേഷൻ വെച്ച് നോക്കുമ്പോൾ കുറവാണ് ഇത്. അപ്പോൾ പ്രൈവറ്റിലും സർക്കാരിലുള്ള ആളുകൾക്ക് ഈ ആനുകൂല്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വിപണിയിലേക്ക് സ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമില്ല. അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് നിരക്ക് താഴേക്ക് പോകുന്നു എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ 2 രീതിയിലും അത് ഒരു പോസിറ്റീവാണ്. ഓഫ് കോഴ്സ് കോമൺ മാന് ഇത് കിട്ടുമ്പോൾ വരുന്ന സംസ്ഥാനങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ ഭരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് കൊണ്ടുവന്നത് മറ്റേ നമ്മുടെ ചിദംബരത്തിൻ്റെ സമയത്ത് അദ്ദേഹം കൊണ്ടുവന്നു, 2014 കൊണ്ടുവന്നു. അത് കുറച്ച് സിംപ്ലിഫൈഡ് ആണ്. പക്ഷെ അതിനെ കമ്പയർ ചെയ്യുമ്പോഴും ഇത് ബെനിഫിഷ്യലാണ് കൂടുതൽ. ഇന്ന് നമ്മളെ ധനമന്ത്രി ടേബിൾ ഉണ്ടാക്കിയിട്ട്, നിങ്ങളെ ധനമന്ത്രിയുടെ അത് പങ്കെടുത്തു, കൃത്യമായ ടേബിൾ ഉണ്ടാക്കി പത്രലേഖകരോട് ഇൻക്ലൂഡിങ് ഫൈനാൻഷ്യൽ ജേർണലിസ്റ്റിനെ കാട്ടിക്കൊടുത്തു ഇത്ര എമൗണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇത്ര എമൗണ്ടുകൾ സേവിങ് ഉണ്ട്. അപ്പം അതിനെ കുറ്റം പറയുന്നത് ഈ മധ്യവർത്തികളായ ആളുകൾക്ക് ആനുകൂല്യം വേണം. കഴിഞ്ഞ വർഷവും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എന്താ ഉണ്ടായത്, അവരുടെ കയ്യെ കിട്ടാൻ എന്താ ഉണ്ടായത്, ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വർഷം അത് കൊടുത്തിട്ടുണ്ട്. അത് ഡിസ്പോസിബിൾ ഇൻകം കയ്യിലുണ്ട്, അത് സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഡിമാൻഡ് എമർജ് ചെയ്തെങ്കിലേ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നല്ല ത്വരിതമായിട്ട് വരുള്ളൂ. പിന്നെ രണ്ടാമത് എല്ലാ ഫുൾ ഡോക്യുമെന്റ് ഞാൻ പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നിട്ടില്ല, ഞാൻ ഏകദേശം നോക്കിയിട്ടേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ റെയിൽവേയിലൊക്കെ ഉണ്ടല്ലോ ലാസ്റ്റ് ടൈം അലോട്ട് ചെയ്തിരിക്കുന്ന ആ സെയിം ഫണ്ട് തന്നെ ഈ വർഷവും അലോട്ട്മെന്റ് നടത്തുന്നുണ്ട്. റെയിൽവേയിൽ മോഡേണൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ രാഷ്ട്രീയമല്ല, 2 ഗവൺമെന്റ്, ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന 2 ഗവൺമെന്റ്. മൻമോഹൻജിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? അത്രയും റിഫോമിസ്റ്റ് കൊണ്ടുവന്ന് അതിനുശേഷം ചിദംബരംജി കൊണ്ടുവന്നു, അതിനുശേഷം ഇവർ പുതിയ സാമ്പത്തിക. പിന്നെ രണ്ടാമത് ഇവർ ഈ ഇതുണ്ടല്ലോ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് അത് കണ്ടെയ്ൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ഗവൺമെന്റിന്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ അതായത് 4.4 നിർത്തണം. ഗവൺമെന്റ് 2 രീതിയിൽ നോക്കാം. ഒന്നെങ്കിൽ ഡെഫിസിറ്റ് കൂട്ടിയിട്ട് ഗ്രോത്തിനെ പറ്റി, പക്ഷെ ഇവർ ഡെഫിസിറ്റ് കുറച്ചിട്ട് ഗ്രോത്ത് വരുത്തുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. കാരണം നമ്മുടെ ഗ്ലോബൽ സ്ലോ ഡൗൺ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2025 ഒരു നല്ല ഗ്ലോബൽ സ്ലോ ഡൗൺ വരുന്നുണ്ട്. ഇപ്പോൾ മറ്റ് വിദേശ രാഷ്ട്രങ്ങളെ കമ്പയർ ചെയ്ത് നോക്ക്, ജർമ്മനിയൊക്കെ 1% താഴെയാണ്, ജപ്പാനിൽ വലിയ ഇതാണ്. അതേമാതിരി ട്രേഡ് വാർ നടക്കുന്നുണ്ട്, അമേരിക്ക ഇതും നടക്കുന്നത്. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾക്ക് പിടിച്ചിരിക്കുകയാണ്. ഒരു പരിധിക്ക് അപ്പുറം നമുക്ക് ട്രംപിന്റെ പോളിസീസിനെയൊക്കെ ഡിപ്പെൻഡൻ്റ് ആവുന്നുണ്ട്. തീർച്ചയാണ്, അത് ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പം ഇത്രയും ഗുരുതരമായ അവസ്ഥയിൽ പോകുമ്പോൾ ഏത് സാമ്പത്തിക വിധത്തിനും സാമ്പത്തിക അച്ചടക്കം ഉണ്ട്, പക്ഷെ അലോക്കേഷൻ നടത്തേണ്ടി വരും. അങ്ങനെ ഗുരുതരമായ അവസ്ഥകളിലേക്ക് വരുമ്പോൾ സാമ്പത്തിക അലോക്കേഷൻ നടത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വിദ്യാഭ്യാസത്തിന് അലോക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. എത്ര IIT-കളെ കൊണ്ടുവന്നത് എല്ലാ സംസ്ഥാനം, നമുക്കിവിടെ IIT ഉണ്ട്. ഓക്കെ, എയിംസ് കൊണ്ടുവരുന്ന സുരേഷ് ഗോപിജി പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് നടക്കുന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം അങ്ങനെ നടക്കാതിരിക്കാനുള്ള ഒരു ഇത് കാണുന്നില്ല. ബജറ്റിൽ പ്രഖ്യാപിച്ചു പോകേണ്ടതല്ല. ഈ എയിംസ് എന്ന് പറയുന്നത് ബജറ്റിൽ പ്രഖ്യാപിച്ചു പോകേണ്ടതല്ല
എന്നുള്ള ഒരു വാദവും അതുപോലെ നിലനിൽക്കുകയാണ്. ഞാൻ ബി എൻ ഹസ്കർ ഈ വിദ്യാഭ്യാസ മേഖലയ്ക്കൊക്കെ 1,28,650 കോടി രൂപ വകയിരുത്തപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങ് ഈ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യം, ഈ ആദായ നികുതി പരിധി ഉയർത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ്. അങ്ങയുടെ മുന്നിൽ ചില കണക്കുകൾ ഞാൻ വെക്കുകയാണ്. 12 ലക്ഷം രൂപ ശമ്പളമുള്ളവർക്ക് 80,000 രൂപ ലാഭിക്കാം. 18 ലക്ഷം ശമ്പളമുള്ളവർക്ക് 70,000, 25 ലക്ഷമുള്ളവർക്ക് 1.1 ലക്ഷം രൂപ. അങ്ങനെ ഈ മധ്യവർഗത്തിൻ്റെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തുന്നുണ്ട്. അങ്ങ് നേരത്തെ ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വിയോജിപ്പ് അക്കാര്യത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന വാദം വരുന്നുണ്ട്. പക്ഷേ ഈ പദ്ധതികളെല്ലാം തന്നെ വളരെ ഇൻക്ലൂസീവായി പരിഗണിക്കേണ്ട പദ്ധതികളാണ്. കേരളത്തിന് ഡയറക്റ്റായി ഇതിൻ്റെ ഫലം കിട്ടാം. കൃത്യമായി കേന്ദ്രത്തോട് ചോദിച്ചാൽ വളരെ കൃത്യമായ പദ്ധതികൾ ലഭിക്കുന്ന വിധത്തിലുള്ള പ്രഖ്യാപനമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോം സ്റ്റേ നമ്മുടെ ടൂറിസം രംഗത്ത് ഏറ്റവും അധികം നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ടൂറിസം മേഖലയാണ്. ഈ റിയാസൊക്കെ എപ്പോഴും പറയുന്നത് ടൂറിസം മേഖലയിലൂടെയാണ് കേരളത്തിന് വലിയ വികസനം വരാൻ പോകുന്നതെന്നാണ്. അത് അത്തരത്തിൽ കേരളത്തിന് ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒട്ടേറെ പദ്ധതികൾ വരികയാണ്. ഹോം സ്റ്റേകൾക്ക് മുദ്രാ ലോൺ ബാധകമാക്കി 20 ലക്ഷം രൂപ വരെ അത്തരത്തിൽ ലോൺ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതൊക്കെ നമ്മുടെ ടൂറിസം രംഗത്ത് വലിയ ഉണർവുണ്ടാക്കില്ലേ? നീലിമ, ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മാഡം, ഞാൻ അതിലൊരു ഒരു കാര്യം ഞാൻ പറയാണ്, ക്ഷമിക്കുക, ഒരു കാര്യം കൂടി. അതായത് കൃത്യമായിട്ട് ഓർമ്മയില്ല. വലിയൊരു എമൗണ്ട് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. വലിയൊരു എമൗണ്ട് ഉണ്ട്. അത് പീരീഡും ഐ എം നോട്ട് ഏബിൾ ടു റീകോൾ റൈറ്റ് നൗ. അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ലോണായിട്ട് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അനൗൺസ്മെന്റ്. അത് ആരും നോട്ട് ചെയ്തിട്ടില്ല. അത് ഡോക്യുമെന്റിലുണ്ട്. ഞാൻ അത് കൃത്യ എമൗണ്ട് ഞാൻ റീകോൾ ചെയ്യുന്നില്ല. ഒരു എമൗണ്ട് 58 ലക്ഷം കോടി രൂപയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 58 ലക്ഷം കോടി രൂപ. 1.5 ലക്ഷം കോടി. ഞാൻ വേറെ ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പൊ സുരേഷ് ഗോപിജി നമ്മുടെ ടൂറിസം ഇതിലുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ AML അധ്യാപനം, ഞാൻ ടൂറിസത്തിന്റെ ഒരു പ്രൊജക്റ്റും ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ടൂറിസത്തിന്റെ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മള് സംസ്ഥാനത്ത് നിങ്ങളോട് മറ്റ് സംസ്ഥാനത്ത് നിന്ന് ഞാൻ പെട്ടെന്ന് പറയാം, മറ്റ് തെലുങ്കാന അങ്ങനെയുള്ള ആന്ധ്രാപ്രദേശ് ഇവിടുന്നൊക്കെ അവർ വന്നു കഴിഞ്ഞാൽ അവരവിടെ തന്നെ ക്യാമ്പ് ചെയ്യാണ്. പ്രോജക്ട് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് ഉദ്യോഗസ്ഥർ ഇത് തീർന്ന് കംപ്ലീറ്റ് ഫണ്ട് അലോക്കേഷൻ നടത്തുന്നു. പിന്നെ അത് ഡിപ്ലോയ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോജക്ട് റിപ്പോർട്ട് ഇതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കേരളത്തിലും നല്ല ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാ മേഖലയിലും നല്ല ഉദ്യോഗസ്ഥരുണ്ട്, കൃഷിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് നല്ല കോർഡിനേഷനോടെ പോയി കഴിഞ്ഞാൽ സെൻറ്റർ ഫണ്ട് ഫണ്ട് കൊടുക്കാത്ത അങ്ങനെ രാഷ്ട്രീയമായിട്ട് മാത്രം ഇതിനെ കാണരുത്. എനിക്ക് ആ ഒരു അഭ്യർത്ഥനയുണ്ട്. അതിനി ഏത് ഗവൺമെന്റ് ആണെങ്കിലും അവർക്ക് ഫണ്ട് പറയുന്നു. ശ്രീ ബി എൻ ഹസ്കർ, അങ്ങനെ കേരളത്തിന് ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒട്ടേറെ മേഖലകൾ തുറന്നിടുകയാണ്. ഒന്ന് മെഡിക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് ഹോം സ്റ്റേ ആണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ഹോം സ്റ്റേകളുണ്ട്. ഇതൊക്കെ വലിയ ഉണർവ് നൽകുന്ന വിധത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന് ടാപ്പ് ചെയ്യാം ഒട്ടേറെ മേഖലകളിൽ. നീലിമ, ഒന്നാമത് അതിന് ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് എയിംസ് ബഡ്ജറ്റിലൂടെ എല്ലാം പ്രഖ്യാപിക്കപ്പെടുക എന്ന അർത്ഥത്തിൽ തെറ്റിദ്ധാരണാജനകമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷനും അങ്ങും അടക്കം ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. കാരണം മുൻകാല ബഡ്ജറ്റുകൾ പരിശോധിച്ചാൽ എയിംസിന്റെ പ്രഖ്യാപനങ്ങൾ പലപ്പോഴും ബഡ്ജറ്റിലൂടെ തന്നെയാണ്. മാത്രമല്ല, വിദ്യാഭ്യാസം നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇപ്പൊ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് അതിലെ കണക്കുകളെ വെച്ചുകൊണ്ടാണ്. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് പെർഫോമൻസ് പരിശോധിച്ചു. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് പെർഫോമൻസിൽ 550 കോടി രൂപ അലോക്കേറ്റ് ചെയ്തിരുന്ന ആ മേഖലയിൽ ഏകദേശം 30% മാത്രമേ ചെലവാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല, അങ്ങനെ നിരവധി മേഖലകൾ വിദ്യാഭ്യാസ നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട് അലോക്കേറ്റ് ചെയ്ത ഫണ്ടിന്റെ 28% മാത്രമേ ചെലവാക്കിയിട്ടുള്ളൂ. അതിൽ നിന്ന് എന്തുകൊണ്ടെന്നാൽ ഇപ്പോ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ധനകമ്മി 4.9 നിന്ന് 3% കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ഊന്നിക്കൊണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നില്ല എന്ന ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ രേഖ കൂടിയാണ് ഈ ബഡ്ജറ്റ്.
മാത്രമല്ല കേരളത്തിൽ ഇപ്പോ മുദ്ര ലോണുകൾ കൊടുക്കുന്നു. കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നതിനും ആ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശം വെക്കേണ്ടത് ആണല്ലോ ബഡ്ജറ്റ് രേഖ. എന്തുകൊണ്ട് അത് ചെയ്തില്ല? കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും വലിയ സാധ്യത ഉണ്ടായിരുന്ന എയിംസ്, മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയിൽ മറ്റൊരു IIT, ഈ കേരളത്തിൽ ഇന്ത്യ ഒട്ടാകെ IIT-കൾ തുടങ്ങുന്നു എന്നാണല്ലോ അവകാശപ്പെടുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ ഒരു IIT-ക്കുള്ള പ്രപ്പോസൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയൊരു IIT-ക്കുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നില്ല? പാലക്കാട് IIT-ക്ക് ഫണ്ട് വകവെച്ചിട്ടുണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു IIT-യുടെ സാധ്യതകൾ കൂടിയുണ്ട്. ഈ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ വർഷം പ്രഖ്യാപിക്കപ്പെട്ട തുകയുടെ എത്ര ശതമാനം എക്സ്പെൻഡിച്ചർ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് ചോദ്യം. ഇപ്പോ പോലും നാം ലോക രാജ്യങ്ങളുമായി 2047 വികസിത രാജ്യമായി മാറുമെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നമ്മുടെ GDP 8% ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം എന്ന അർത്ഥത്തിലാണ് ഇപ്പൊ വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം അത് ഫലപ്രദമാകും എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബീഹാറിലെയും അതുപോലെ ഡൽഹിയിലെയും ജനങ്ങളെ പറ്റിക്കുന്നതിനു വേണ്ടി അവരെ ചായം പൂശി അവർക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. ഫലത്തിൽ ഇൻകം ടാക്സിന്റെ റിബേറ്റുകളുടെ കാര്യത്തിൽ ഡയറക്ട് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് കഴിഞ്ഞ സാമ്പത്തിക വർഷം 11.25 ലക്ഷം കോടി രൂപ ഇൻകം ടാക്സിൽ നിന്ന് കിട്ടിയെങ്കിൽ 9.11 ലക്ഷം കോടി രൂപ മാത്രമാണ് കോർപ്പറേറ്റ് മേഖലയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ട് കോർപ്പറേറ്റ് മേഖലയിൽ ടാക്സുകൾ വർദ്ധിപ്പിക്കുന്നില്ല എന്ന പരമപ്രധാനമായി ചോദ്യമില്ലേ? പ്രത്യക്ഷ നികുതി അല്ലാതിരുന്നിട്ടും GST ഇനത്തിൽ 20.85 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റിന് ലഭിച്ചിട്ടുള്ളത്. ആ അശാസ്ത്രീയമായ GST സംവിധാനത്തെ പുനഃപരിശോധിച്ചുകൊണ്ട് സംസ്ഥാന സംഘങ്ങൾക്ക് ലഭിക്കേണ്ട GST നഷ്ടപരിഹാരം അധികമായി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു തീരുമാനം കൂടി എടുക്കേണ്ടതായിരുന്നില്ല ഈ ബഡ്ജറ്റ്. ഇത്തരം രാഷ്ട്രീയ വിമർശനങ്ങൾ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചുണ്ട്. ആ വിമർശനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഇപ്പൊ മുദ്ര ലോൺ 20 ലക്ഷം രൂപ പരിധിയാക്കി, നല്ല കാര്യം. അതുപോലെ തന്നെ ഹോം സ്റ്റേകൾക്ക് മുദ്ര ലോൺ നൽകുന്നതിനുള്ള വ്യവസ്ഥ വരുന്നു, അതും നല്ല കാര്യം തന്നെയാണ്. നല്ല കാര്യങ്ങൾ നല്ലതുപോലെ തന്നെ നല്ല കാര്യം തന്നെ പറയുന്നത്. പക്ഷെ കേരളത്തിലെ മുഴുവൻ വീടുകളും ഹോം സ്റ്റേകളായി മാറും എന്ന് കരുതിക്കൊണ്ടാണോ ഈ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്? തെലങ്കാനയ്ക്കും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദ്ധതി ഈ അങ്ങനെ വിഭാവനം ചെയ്തുകൊണ്ടാണോ സംസ്ഥാന ടൂറിസം വകുപ്പും ഇത്തരത്തിൽ ഹോം സ്റ്റേകൾക്കൊക്കെ വലിയ പ്രാധാന്യം നൽകുന്നത്? അത് വളരെ ബാലിശമായ ഒരു വിലയിരുത്തലല്ലേ? അങ്ങനല്ല. കേരളത്തിന്റെ ടൂറിസം വികസനത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ ടൂറിസത്തിന് നിർണായകമായ പങ്ക് വഹിക്കാൻ ഒരു സംശയമുണ്ട്. ആ നിർണായകമായ പങ്ക് വഹിക്കുന്ന മേഖല എന്ന നിലയിൽ ടൂറിസം രംഗത്ത് വരുന്ന ഏതൊരു ചെറിയ മാറ്റത്തെയും അഭിനന്ദനാർഹമായി തന്നെ നമുക്ക് കാണാൻ കഴിയണം. അതുതന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും വീക്ഷണകോണം. അതുതന്നെയാണ് കേരളത്തിൽ. അതിൽ BJP അടക്കം മറ്റൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ഇടതു വലതു പാർട്ടികൾക്കും അതുപോലെ BJPക്കും ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായം തന്നെ. നമുക്ക് മറ്റൊരു തെറ്റിദ്ധാരണജനകമായിട്ടുള്ള ഒരു വസ്തുത നിങ്ങൾ നിരത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഫിഷറീസ് രംഗത്ത് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള തുക കൊണ്ട് കേരളത്തിലെ ഫിഷറീസ് രംഗത്ത് വലിയ പ്രകമ്പനം സൃഷ്ടിക്കാൻ പോകുന്നു. കഴിഞ്ഞ വർഷം അലോക്കേറ്റ് ചെയ്ത തുകയുടെ 34.5% മാത്രമേ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളൂ. ഫിഷറി 2500 ചില്ലുവാനം കോടി രൂപ കഴിഞ്ഞ വർഷം ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അതിന്റെ ഈ 34.5% ആണ് ആവറേജിൽ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളത്. അപ്പൊ അത് പ്രഖ്യാപനം നടത്തുന്നത് കൊണ്ട് മാത്രം കേരളത്തിന് ഇത് എത്രത്തോളം ഗുണകരം, പ്രത്യക്ഷത്തിൽ കേരളത്തിന് ഗുണകരമാകുന്ന സാധ്യതകൾ ഉണ്ടായിരുന്നത് ഏറ്റവും പരമപ്രധാനമായ. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇപ്പോൾ മത്സ്യമേഖലയ്ക്ക് സമുദ്രോൽപ്പന്ന കയറ്റുമതിയുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ തോതിലുള്ളൊരു ഫോക്കസ് കൊടുക്കുകയാണ്. കേരളത്തിന് ഒരുപാട് ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാം, ഈ പൂവാറിൽ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് ഒരു പ്രോജക്റ്റിന് തത്വത്തിൽ അംഗീകാരം നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കത്തയക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ എൻ്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 6 മാസമായി ഇത്തരത്തിലൊരു പദ്ധതിക്ക് ഗ്രീൻ ഫ്ലാഗ് കൊടുത്തിട്ട് പോലും അതിനൊരു മറുപടി കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ പദ്ധതികൾ അങ്ങോട്ട് കൊടുത്തിട്ടും അത് സ്വീകരിക്കാൻ വൈമുഖ്യം,
പകരം ഒന്നും തരുന്നില്ല കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇരവാദം നമ്മൾ കുറെ കാലങ്ങളായി കാണുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് ഹസ്കറും അതുപോലെ തന്നെ പ്രൊഫസർ റോണി കെ ബേബിയും പറഞ്ഞ കാര്യം ഒരുപോലെയാണ്. അതിലെ ബജറ്റ് പെർഫോമൻസ് വളരെ പൂവറായിട്ട് കാണുന്നു എന്നുള്ളതാണ്. റോണി കെ ബേബി അത് കൃത്യമായിട്ട് പറഞ്ഞു, 40% മാത്രമേ വിനിയോഗിക്കുന്നുള്ളൂ എന്നുള്ളത്. എന്നാൽ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയ കാര്യമുണ്ട്, ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് മൊത്തമുള്ള ബഡ്ജറ്റാണ്. ഇത് ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് മാത്രം നേരിട്ട് നടത്തുന്ന യാതൊരു ഇംപ്ലിമെന്റേഷനും ഇതിനകത്തില്ല. കേന്ദ്ര ബജറ്റ് തരുന്ന പണം അത് സംസ്ഥാന ഗവൺമെന്റുകൾ വഴിയാണ് പ്രോജക്റ്റുകളായി ജനങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് എത്തേണ്ടത്. അപ്പോൾ സംസ്ഥാന സർക്കാരുകൾ വഴിയാണ് ഇത് നടപ്പാക്കേണ്ടത്. അതിന്റെ ഒരു വലിയ വിഹിതമോ ചെറിയ വിഹിതമോ കേന്ദ്രം കൊടുക്കുന്നു. ചിലതിൽ 90% കൊടുക്കും, ചിലതിൽ 70, ചിലത് 60, ചിലത് 50, അങ്ങനെ വലുതും ചെറുതുമായിട്ടുള്ള ആ ഒരു അലോക്കേഷൻ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ കേന്ദ്രം നേരിട്ടല്ല ഇത് നടപ്പാക്കുന്നതെന്ന് ഓർക്കണം. കേന്ദ്രം നേരിട്ട് നടപ്പാക്കുന്നതുകൊണ്ട് ഇപ്പൊ തുറമുഖമാണെങ്കിലും അതുപോലെ നാഷണൽ ഹൈവേ ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിഫൻസ് ആണെങ്കിൽ ഇതൊക്കെ കേന്ദ്രം നേരിട്ട് നടപ്പാക്കുന്ന കാര്യമാണ്. പക്ഷേ സംസ്ഥാന സർക്കാരുകൾ ഇതിന് പുറംതിരിഞ്ഞു നിന്നാലുള്ള അവസ്ഥ എന്താണ്? അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ കേരളം. 2100 കോടി രൂപ ശബരി പാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ കേന്ദ്രം കേരളത്തിന്റെ കയ്യിൽ കൊടുത്തു. 465 ഏക്കർ സ്ഥലം എടുക്കണം എന്ന് പറഞ്ഞിട്ട് 65 ഏക്കർ സ്ഥലം പോലും ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പണമില്ലാഞ്ഞിട്ടല്ല, പണം കേന്ദ്രം കേരളത്തിന്റെ കൈ കൊടുത്തു. ആ പണം എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഇല്ല. എയിംസ് തന്നില്ല എന്ന് അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. എയിംസിന്റെ കാര്യത്തിലും സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു, അത് കാണിച്ചു കൊടുത്തോ ഇതുവരെ? ഇല്ല. അതായത് എയിംസ് തരാൻ കേന്ദ്രം തയ്യാറാണ്, സ്ഥലവും കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. സ്ഥലം കേരളത്തിൽ നിന്ന് കൊടുക്കണം, അത് ഏറ്റെടുത്ത് കൊടുക്കാൻ കേരള ഗവൺമെന്റ് കഴിഞ്ഞില്ല. അത് മാത്രമല്ല, ഞങ്ങൾക്ക് കൃത്യമായ കണക്കുകളുണ്ട്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് 2860 കോടി കേരളത്തിന്റെ കയ്യിൽ കൊടുത്തു. ഒരൊറ്റ പൈസ ചെലവഴിച്ചിട്ടില്ല, ആ പണം ഏറ്റെടുത്തിട്ടില്ല. എല്ലാ വർഷവും 48 കോടി രൂപ വന്യജീവികൾക്ക് വെള്ളവും ഭക്ഷണവും വനത്തിനകത്ത് കൊടുക്കാൻ വേണ്ടി കേരളത്തിന് കൊടുക്കുന്നു. അതിൽ 48 ലക്ഷം രൂപ മുടക്കി 2 ജീപ്പ് മേടിച്ചതല്ലാതെ ഒരു എനിക്കും ഭക്ഷണവും വെള്ളവും കൊടുത്തില്ല. അതുകൊണ്ട് ഇത് പുറത്തിറങ്ങി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെ 5 കൊല്ലം കൂടുമ്പോൾ വനസംരക്ഷണത്തിന് വേണ്ടി 60 കോടി രൂപ പറഞ്ഞു, ഇന്ന് വരെ പ്രോജക്റ്റ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ കേരള മത്സ്യബന്ധനത്തിന്റെ ഉൾനാടൻ മത്സ്യബന്ധനം അടക്കം ഡീപ് സീ മത്സ്യബന്ധനം അടക്കം 1800 കോടി രൂപയുടെ അനുമതി കേന്ദ്രം കേരളത്തിലേക്ക് കൊടുത്തു. ഇന്ന് വരെ ഒരു DR തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ പോട്ടെ, 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഞങ്ങള് പെൻഷൻ കൊടുത്തോളാം, ഇൻഷുറൻസ് കൊടുത്തോളാം എന്ന് കേന്ദ്രം പറഞ്ഞപ്പം അത് കേരളത്തിൽ നടപ്പാകില്ലെന്ന് പറഞ്ഞ് പുറത്തിരിഞ്ഞ് നിൽക്കുന്ന സർക്കാരല്ലേ ഇവിടെയുള്ളത്. ഡൽഹിയും ബംഗാളും കേരളവുമല്ല ഈ പ്രോജക്ട് എടുക്കാത്തത്. ഇപ്പോഴും പല ആൾക്കാരും ചോദിക്കുക, ഞങ്ങൾ 70 വയസ്സ് കഴിഞ്ഞ് ഇൻഷുറൻസ് തരുമോ? കേന്ദ്രം തന്നെയാണ്, കേരളം. അപ്പോൾ ഇതുകൊണ്ടാണ് അലോട്ട്മെന്റിലെ ബഡ്ജറ്റ് പെർഫോമൻസ് മോശമാവുന്നത്. അതായത് കേന്ദ്രം കൊടുക്കാൻ തയ്യാറാണെങ്കിലും കേരളം എടുക്കാൻ തയ്യാറല്ല എന്നൊരു നിലപാട്. ഇവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, വയനാട്ടില് നശിച്ചുപോയ വീടിന്റെ 3 ഇരട്ടി വെച്ച് കൊടുക്കാൻ സന്നദ്ധ സംഘടനകളും തയ്യാറായിട്ടും 773 കോടി ഒരു പൈസ സ്ഥലം മേടിച്ചു കൊടുക്കാനോ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന എല്ലാ പദ്ധതികൾക്കും അതിനുള്ള പണം വെച്ച് കേന്ദ്രം എത്ര പുറകെ നിന്ന് ഉത്സാഹിച്ചാലും ഞങ്ങളത് സമ്മതിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് പ്രഖ്യാപിതമായ 4 അജണ്ടയുണ്ട്. അത് കടം മേടിക്കുക, നാട്ടുകാരെ കള്ളു കുടിപ്പിക്കുക, ചൂതാട്ടം നടത്തുക, എഫക്റ്റീവായിട്ടുള്ള യാതൊരു കാര്യവും ഞങ്ങൾ ചെയ്യാൻ സമ്മതിക്കില്ല. ആരെങ്കിലും വ്യവസായം തുടങ്ങാൻ വന്നിട്ടുണ്ട് ഗവൺമെന്റും ഇവിടുത്തെ രാഷ്ട്രീയ ഇരുത്തിയില്ലെങ്കിൽ കേന്ദ്രം എന്തെല്ലാം വാരിക്കോരി തന്നാലും കേരളത്തിൽ അത് പ്രയോജനപ്പെടുകയില്ല. ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുകയാണ് വേണ്ടത്. വായ്പയിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ മാത്രമാണ് കേരളം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനും അക്കാര്യത്തിൽ, ശ്രീ റോണി കെ ബേബിക്കും അക്കാര്യത്തിൽ വലിയ എതിരഭിപ്രായം ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിബേറ്റ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബിയിലേക്കാണ്. ശ്രീ റോണി കെ ബേബി, പതിവ് പോലെ കേരളം ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3.5% കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നുള്ളതാണ്. നേരത്തെ പ്രതിപക്ഷമടക്കം കോൺഗ്രസ് അടക്കം വിമർശനം ഉന്നയിക്കുന്നതാണ്. ഇത്തരത്തിൽ വായ്പ എടുത്തുകൊണ്ട് സംസ്ഥാനത്തെ നിത്യനിദാന ചെലവുകൾ കഴിച്ചുകൂട്ടുകയാണ് ഇവിടുത്തെ LDF സർക്കാർ ചെയ്യുന്നതെന്ന്. അതായത് പ്രൊഡക്റ്റീവായ രംഗങ്ങളിൽ നിക്ഷേപിക്കേണ്ട പണം നിത്യനിദാന ചെലവുകൾക്ക് വിനിയോഗിക്കുന്നു എന്ന്
വളരെ കൃത്യമായ ആക്ഷേപം നേരിടുന്ന ഒരു ഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ കേന്ദ്രം അക്കാര്യത്തിൽ ഒരു പരിഗണന വയ്ക്കാതിരുന്നത്. മാത്രവുമല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ അപ്പുറത്തേക്കൊക്കെ കേരളം പോയതുകൊണ്ടാണ് അത്തരത്തിൽ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടാതിരുന്നത് എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിനും വലിയ എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് കരുതുന്നത്. ഈ ബഡ്ജറ്റ് പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യം അഡ്വക്കേറ്റ് ജയസൂര്യൻ വളരെ സമർത്ഥമായി ഇത് സംസ്ഥാനങ്ങള് അത് ടേക്ക് ഓവർ ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് ആക്ച്വൽ എസ്റ്റിമേറ്റും റിവൈസ്ഡ് എസ്റ്റിമേറ്റും, ആ റിവൈസ്ഡ് എസ്റ്റിമേറ്റിന്റെ ഉത്തരവാദി എന്നത് കേന്ദ്ര ഗവൺമെന്റ്. അവർ കട്ട് ചെയ്തു, അവരതിന്റെ വെട്ടിക്കുറവ് വരുത്തി. അതിന് നമ്മുടെ സംസ്ഥാനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? അതിൽ കേന്ദ്ര സർക്കാർ വളരെ ബോധപൂർവം ചെയ്ത കാര്യമാണ്. അദ്ദേഹം വളരെ ബുദ്ധിപരമായിട്ട് അദ്ദേഹം അത് കവർ ചെയ്ത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ ആവശ്യം ഞാൻ അവിടെ നിർത്തിയ ചോദിച്ച ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇവിടെ ബഹുമാനപ്പെട്ട നീലിമ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇപ്പൊ കേരളവുമായി ബന്ധപ്പെട്ട് ഈ 0.05% ഉയർത്തണം എന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെടില്ല എന്ന് വളരെ കൃത്യമായ ബോധ്യം നമുക്കുണ്ട്. കാരണം ഒരു സംസ്ഥാനത്തിന് മാത്രമായി കടമെടുപ്പ് പരിധി കിട്ടുവാനായിട്ട് കേന്ദ്ര സർക്കാരിന് പെർമിഷൻ കൊടുക്കാനും ബജറ്റിലൂടെ പ്രഖ്യാപിക്കാനും കഴിയില്ല എന്ന് സാമാന്യ വിവരങ്ങൾ എല്ലാവർക്കും അറിയാം. ബഹുമാനോട് ജയസൂര്യൻ പറഞ്ഞൊരു കാര്യം എന്താ? കേരളം പ്രോജക്റ്റുകളൊന്നും കൃത്യമായി ആവശ്യപ്പെടുന്നില്ല, അത് കൃത്യമായി ഉന്നയിക്കുന്നില്ല, തരുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നില്ല. കാരണം ഒറ്റ കാര്യം ചോദിച്ചിട്ടെ, ഈ ബജറ്റിൽ ഞാൻ ഉറച്ചു പ്രതീക്ഷിച്ച ഒരു കാര്യം എന്താ പറയുമോ? വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനം ഉണ്ടാകുന്ന. കാരണം വിഴിഞ്ഞം വരുന്നത് കൊണ്ട് ഗുണം ഉണ്ടാകുന്നത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, ഈ പറയുന്ന സൗത്ത് ഏഷ്യൻ കോണ്ടിനെന്റിന് മൊത്തം. കാരണം ലോകത്തിന് തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു വാണിജ്യ തുറമുഖമായി വിഴിഞ്ഞം മാറാൻ പോവുകയാണ്. നമ്മൾ എന്താ ആവശ്യപ്പെട്ടത്? ഞങ്ങൾ ഈ പറയുന്ന ബീഹാർ 14,000 കൊടുത്തതുപോലും അല്ല 48,000 കോടി കൊടുത്തതുപോലെ അല്ലല്ലോ ചോദിച്ചത്. വെറും ഒരു 6,000 കോടി രൂപ ഞങ്ങൾക്ക് സൗജന്യമായിട്ട് തരണ്ട. ആ 6,000 കോടി രൂപ പലിശയും കൂട്ടുപലിശയും ഉൾപ്പെടുത്തി തിരിച്ചു തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ അതിന് തയ്യാറാകുന്നില്ല. 1. 2, 2014 ഉമ്മൻചാണ്ടി സർക്കാരിന് അന്ന് മൻമോഹൻ സിംഗ് സർക്കാർ ഉറപ്പ് കൊടുത്തതാ 814 കോടി വയബിലിറ്റി ഫണ്ട്. അത് ഏത് വൻകിട പ്രോജക്റ്റുകൾ ഏത് സ്റ്റേറ്റിൽ വന്നാലും കേന്ദ്രം ഒരു കൈ അയച്ച ആദ്യത്തെ ഒരു ടോക്കൺ സഹായമുണ്ട്. അങ്ങനെ നമുക്ക് വയബിലിറ്റി ഫണ്ട് സഹായം നമുക്ക് ഉറപ്പ് നൽകിയതാ. അവിടെ കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ്, നിങ്ങൾക്ക് ചുമ്മാ സൗജന്യമായിട്ടൊന്നും വയബിലിറ്റി ഫണ്ട് തരത്തില്ല, നിങ്ങൾ അതിന്റെ പിന്നെ റിട്ടേൺ ഉൾപ്പെടെ പലിശ ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും പ്രോഫിറ്റ് ഉൾപ്പെടെ ഷെയർ ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഞങ്ങൾ തരുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ചിറ്റമ്മ സമീപനമല്ല, നിങ്ങൾ കേരളത്തോട് പ്രതികാര ബുദ്ധിയോടെയുള്ള നിലപാടല്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുമോ? BJP ആയിരുന്നു കേരളം ഭരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ 6,000 കോടിയിൽ 60,000 കോടി രൂപ നിങ്ങൾ വിഴിഞ്ഞം എന്ന് പറഞ്ഞ വലിയ പദ്ധതിയുടെ പേരിൽ നിങ്ങൾ പ്രഖ്യാപിക്കുമായിരുന്നല്ലോ. ഇതിനകത്ത് കേരള സർക്കാരിന്റെ വീഴ്ചകളൊക്കെ ഉണ്ട്, അതിനൊക്കെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ ഈ വിഴിഞ്ഞം തുറമുഖം അതിനകത്ത് കോൺഗ്രസ് കേരളത്തിലെ BJP അതിനെ എതിർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കേരളത്തിലെ BJPയും കോൺഗ്രസും CPM എല്ലാവരും വലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ മാറ്റം ഈ കേരളത്തിന് വേറെ ഒരു പ്രോജക്റ്റും വേണ്ട. ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന പ്രോജക്റ്റ് മതി, കേരളത്തിന്റെ ഭാവി മുഴുവൻ മാറാൻ പോവുക. പക്ഷെ അതിനോട് ഈ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു പ്രതികൂല എത്രയോ കോടി രൂപ ഇവിടെ 1.5 ലക്ഷം കോടി രൂപ പിന്നെ വായ്പയായിട്ട് സ്റ്റേറ്റുകൾ കൊടുക്കാൻ പോകുമെന്ന് പറഞ്ഞു. ആ വായ്പയൊക്കെ മൊത്തം എങ്ങോട്ടാ പോകുന്നത്? BJP സംസ്ഥാനം തന്നെയായിരിക്കും കൊടുക്കാൻ പോകുന്നത്. എന്താ നിങ്ങൾ ഇവിടെ ഒരു ഫിസിക്കൽ ഫെഡറലിസം അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കൃത്യമായി നിങ്ങൾ ഭരണഘടനയുടെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഫെഡറൽ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സാമ്പത്തിക പിന്നെ ക്രമീകരണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് നിങ്ങൾ വളരെ പ്രതികാര ബുദ്ധിയോട് കൂടി ഇവിടെ ഞാൻ ആന്ധ്രയുടെ അത് മൊത്തം വായിച്ച പ്രളയം ഉണ്ടായി. പിറ്റേ ദിവസം കേന്ദ്രമന്ത്രി അവിടെ ചെന്നു. ഓൺ ദ സ്പോട്ടിൽ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ സംസ്ഥാന സർക്കാർ കൊടുത്ത നിവേദനമില്ല, ഒരു കാര്യം ചൂണ്ടിക്കാട്ടട്ടെ. നിങ്ങൾ ഈ സംസ്ഥാന സർക്കാർ നിരന്തരം വിലപിക്കുകയാണ്, കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല, ഈ ഫണ്ട് വെട്ടിക്കുറച്ചു, 24,000 കോടി രൂപയുടെ പാക്കേജൊക്കെ പ്രഖ്യാപിക്കണമെന്ന് പറയുന്നതൊക്കെ ഇത്തരത്തിൽ പല ഘട്ടങ്ങളായി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ സാമ്പത്തിക അസ്ഥിരത സംസ്ഥാനത്തിന് ഉണ്ടാകുന്നതെന്ന് LDF സർക്കാർ മുറവിളി കൂട്ടുമ്പോൾ അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് നിങ്ങൾ ഇത്രയും കാലം സ്വീകരിച്ചിട്ടുള്ളത്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലമാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് എന്നുള്ള തരത്തിൽ സംസാരിച്ചവർ ഇപ്പോൾ നേരെ പ്ലേറ്റ് മാറ്റുന്ന ഒരു സാഹചര്യം. ജയസൂര്യൻ, ഈ സാഹചര്യത്തെ കൂടി നമ്മളൊന്ന് കണ്ടുപോകണം. കാരണം ഞങ്ങളൊക്കെ നാളെ അതായത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കിയാൽ അറിയാമല്ലോ, കേരളം എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണ് ഒരു. അവസാനമായി ശ്രീ ജയസൂര്യനിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇവിടെ നമ്മളിവിടെ കാണുകയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി 2 കക്ഷികൾ ഇവിടെ നിന്ന്
ഇവിടെ നിൽക്കുമ്പോൾ പരസ്പരം പോരടിക്കും. പക്ഷേ BJPയെ എതിർക്കുന്ന, കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്ന ഒരു കാര്യം വരികയാണെങ്കിൽ ഭായി ഭായി ചമയുകയാണ്. ഇത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് ഈ ബജറ്റിന്റെ കാര്യത്തിലടക്കം കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ നമ്മൾ ഇത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. കേരളത്തിന്റെ കെടുകാര്യസ്ഥതയെ സംബന്ധിച്ചോ, കേരളം ഇതുവരെ ചെലവഴിക്കാത്ത തുകയെ സംബന്ധിച്ചോ, നഷ്ടപ്പെടുത്തി കളഞ്ഞ ഫണ്ടിനെ സംബന്ധിച്ചോ, കേന്ദ്രവുമായി സഹകരിക്കാത്തതിനെ സംബന്ധിച്ചോ സംസാരിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷം തയ്യാറല്ല. ഇവിടെ പ്രതിപക്ഷമാണെന്ന് പറയുന്നവര് ചർച്ചയിൽ വരുമ്പോൾ അറിയാതെ ഇന്ത്യ മുന്നണിയായിട്ട് ഒറ്റക്കെട്ടായി BJP എതിർക്കുക എന്നുള്ള നിലപാടാണ്. ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ എതിർക്കുന്ന രീതിയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഞങ്ങൾക്കിവിടെ അധികാരത്തിൽ വരാൻ വളരെ എളുപ്പമാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ മാത്രം എന്തിനീ പീഡനം അനുഭവിക്കണം? അവർ ചിന്തിക്കും. തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ, കർണാടകത്തിലേക്ക് നോക്കിയാൽ, മറ്റ് സ്റ്റേറ്റുകളിലേക്ക് നോക്കിയാൽ അവരൊക്കെ വികസനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കേരളം മാത്രം എന്നും കടമേടിച്ചും കള്ളുകുടിച്ചും ചൂത് കളിച്ചും നശിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾക്കും വികസനം വേണ്ട എന്ന് ചിന്തിച്ചാൽ അന്ന് തീരും ഇവിടുത്തെ ഇന്ത്യ മുന്നണിയുടെ ഈ ഐക്യവും ഈ പ്രകടനവും. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തടവിലിടുന്നത് ആരാണ് എന്നുള്ളത് കേരളം തിരിച്ചറിയും ഈ ചർച്ചയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ജനപ്രിയമായി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മധ്യവർഗത്തിനേറെ ആശ്വാസം പകരുന്ന ചരിത്ര പ്രഖ്യാപനം ഉൾപ്പെടെ നിരവധി പ്രത്യേകതകൾ ബജറ്റിലുണ്ട്. പക്ഷേ ഈ ബജറ്റിനെയും സർവാത്മന എതിർക്കുന്ന സമീപനം പ്രതിപക്ഷത്തിൽ നിന്നും ഉണ്ടാകുകയാണ്. വികസിത ഭാരതത്തിലേക്ക് ഒരു ചുവടുവയ്പ് എന്ന് വേണമെങ്കിൽ ഈ ബജറ്റിനെ വിശേഷിപ്പിക്കാം. ഈ സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.